എല്ലാവർക്കും നമസ്കാരം. സഹാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ എന്ന ഭാഗമാണ്. അതായത് ഫസ്റ്റ് മൊഡ്യൂളിലെ പ്രൊഡക്ഷൻ എന്ന പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. അതിൽ പ്രൊഡക്ഷൻ എന്ന പാർട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഉൽപ്പാദനം അല്ലേ, പ്രൊഡക്ഷൻ. ആദ്യം നമുക്ക് നോക്കാം എന്താണ് ഉൽപ്പാദനം. ഓക്കെ, പ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് റിസോഴ്സസ് ഇൻ ടു കമ്മോഡിറ്റീസ്. അതായത് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഉൽപ്പാദനം. അപ്പോൾ ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രക്രിയയാണ്. എന്താണ് ആ പ്രക്രിയയുടെ പ്രത്യേകത? ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് റിസോഴ്സസ് ഇൻ ടു കമ്മോഡിറ്റീസ്. ആ പ്രക്രിയയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നു, ഒരു മാറ്റം നടക്കുന്നു, ഒരു പരിവർത്തനം നടക്കുന്നു. എന്തായിട്ട്? റിസോഴ്സസ്, വിഭവങ്ങൾ എന്തായി മാറുന്നു? കമ്മോഡിറ്റീസ് ആയിട്ട് മാറുന്നു. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇൻപുട്സ് അല്ലെ. റിസോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻപുട്സ് ആണ്. ഇൻപുട്ട് എന്തായി മാറുന്നു? ഔട്ട്പുട്ട് ആയിട്ട് മാറുന്നു. അപ്പൊ രണ്ട് രീതി ഇതിനെ വ്യാഖ്യാനിക്കാം. പ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് റിസോഴ്സസ് ഇൻ ടു കമ്മോഡിറ്റീസ്. പ്രൊഡക്ഷൻ. അല്ലെങ്കിൽ എങ്ങനെ പറയാം? പ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് റിസോഴ്സസ്, അല്ലെങ്കിൽ റിസോഴ്സിന് നമുക്ക് ഇൻപുട്ട് എന്ന് പറയാം. അപ്പൊ പ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്സ് ഇൻ ടു ഔട്ട്പുട്ട്. ഇൻപുട്ട് ഔട്ട്പുട്ടായിട്ട് മാറുന്ന പ്രോസസ്സിനെ, അല്ലെങ്കിൽ ഔട്ട്പുട്ടായിട്ട് ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൊഡക്ഷൻ എന്ന് പറയും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മളൊരു വസ്തു, ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന പേന, നോട്ട്ബുക്ക്, ഇതൊക്കെ എന്താണ്? ഔട്ട്പുട്ടാണ്. ഈ ഔട്ട്പുട്ടായി മാറിയത് എങ്ങനെയാണ്? ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെയാണ്. അതായത് ഇൻപുട്ടുകളാണ് എന്തായിട്ട് മാറിയത്? ഈ ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടത്. ഓക്കെ ആണല്ലോ? ഇനി ഇൻ അതർ വേർഡ്സ്, ഇൻപുട്സ് ലൈക്ക് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ഔട്ട്പുട്ട്. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതേ ഉള്ളൂ. ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്? ലൈക്ക് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, അതുപോലെ റോ മെറ്റീരിയൽസ് അല്ലേ, അസംസ്കൃത വസ്തുക്കൾ. ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ആ ട്രാൻസ്ഫോംഡ് ഇൻ ടു ഔട്ട്പുട്ട്. ഇതൊക്കെ എന്തായിട്ട് മാറുന്നു? ഔട്ട്പുട്ടായിട്ട് മാറുന്നു. ഈ പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇവിടെ നിന്നൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കാറുണ്ട്. നോക്ക്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ദ ടെക്നിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്സ് അണ്ടർ എ ഗിവൺ ടെക്നോളജി. അപ്പോൾ എന്താണ്? കൃത്യമായിട്ട് പഠിക്കണം. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ദ ടെക്നിക്കൽ റിലേഷൻഷിപ്പ്, സാങ്കേതിക ബന്ധമാണ്. ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലുള്ള സാങ്കേതിക ബന്ധം? ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള സാങ്കേതിക ബന്ധം അണ്ടർ എ ഗിവൺ ടെക്നോളജി, ഒരു നിശ്ചിത സാങ്കേതിക വിദ്യ. അപ്പോൾ ഒരു സാങ്കേതിക വിദ്യ വേണമല്ലോ പ്രൊഡക്ഷൻ നടത്താൻ, ഒരു ടെക്നോളജി വേണ്ടേ? അപ്പോൾ ഒരു ഗിവൺ ടെക്നോളജിയിൽ, ഒരു നിശ്ചിത സാങ്കേതിക വിദ്യയിൽ ഉപയോഗിച്ചുകൊണ്ട് ഉൽപാദനം നടത്തുമ്പോൾ അവിടെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. എങ്ങനെയുള്ള ബന്ധമാണ്? സാധാരണ ബന്ധമല്ല, ടെക്നിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ട്, ഒരു സാങ്കേതിക ബന്ധമുണ്ട്. ആ ബന്ധത്തെ പറയുന്ന പേരാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. മനസ്സിലായോ? അപ്പോൾ എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ദ ടെക്നിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള സാങ്കേതികപരമായ ബന്ധമാണ് എന്തെന്ന് പറയുന്നത്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമുക്ക് സിംബോളിക്കലായിട്ട് എക്സ്പ്രസ് ചെയ്യാം. എങ്ങനെയാണ് സിംബോളിക്കലായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്? നോക്ക്, Q ഈസ് ദ ഫംഗ്ഷൻ ഓഫ്, ഇത് വായിക്കുന്നത് എങ്ങനെയാണ്ട്? Q ഈസ് ദ ഫംഗ്ഷൻ ഓഫ് L, L1, K, എക്സെട്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻപുട്സ് ഉണ്ട്, അതുകൊണ്ടാണ് അവിടെ എക്സെട്ര എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ Q ഈസ് ദ ഫംഗ്ഷൻ ഓഫ് L, L1, K. ഇത് നിങ്ങൾ പല ടെക്സ്റ്റുകൾ നോക്കുമ്പോൾ പല രൂപത്തിൽ, ഭാവത്തിലൊക്കെ കൊടുത്തേക്കും. അപ്പോൾ കാര്യം പല രീതിയിൽ കൊടുക്കും, കാരണം ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കൊടുക്കുന്നത്. ചില ഇതിൽ Q ഈസ് ദ ഫംഗ്ഷൻ ഓഫ് X1 ആൻഡ് X2. ഹയർ സെക്കൻഡറി ടെക്സ്റ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ Q ഈസ് ദ ഫംഗ്ഷൻ ഓഫ് X1 ആൻഡ് X2 എന്ന് കൊടുക്കാറുണ്ട്. ചിലതിൽ Q ഈസ് ദ ഫംഗ്ഷൻ ഓഫ് L, K എന്ന് മാത്രം കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ഇൻപുട്സ് ഏത് രീതിയിൽ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾ അതിൻ്റെ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. Q ഈസ് ദ ഫംഗ്ഷൻ ഓഫ് L, L1, K. അവിടെ നോക്ക്, Q എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ആണ് Q. ഈ Q എന്ന് പറയുന്ന ഏതിൻ്റെ ഫംഗ്ഷനാണ്? എന്തിലൂടെയാണ് ഉണ്ടാകുന്നത്? Q ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഏതിൻ്റെയൊക്കെ ഫംഗ്ഷനാണ്? L, ലാൻഡ്. പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ, ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ എന്ത് വേണം? ലാൻഡ് വേണമല്ലോ, ലാൻഡ്. L1 ലേബർ, കാരണം രണ്ടും എല്ലാ ഇതുകൊണ്ടാണ് ഒന്ന് L1 കൊടുത്തേക്കുന്നത്. അപ്പോൾ L1 ലേബർ. K ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഡോട്ട് ചെയ്യുന്ന C അല്ല, K ആണ് കേട്ടോ, ക്യാപിറ്റൽ. അപ്പോൾ അതുപോലെ എക്സെട്ര, പിന്നെയും ഫാക്ടേഴ്സ് ഉണ്ടല്ലോ അല്ലേ? ഓൺടർപ്രണർഷിപ്പ് ഉണ്ട്, റോ മെറ്റീരിയൽസ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എക്സെട്ര കൊടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ Q ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ, രണ്ട് ഇൻപുട്ട് മാത്രം എടുത്ത് ലേബർ ആൻഡ് ക്യാപിറ്റൽ എന്ന് വേണമെങ്കിൽ പറഞ്ഞു നിർത്താം. എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ
പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്? Q is the function of land, labor, capital, etc. അപ്പോൾ ലാൻഡിൻ്റെയും ലേബറിൻ്റെയും ക്യാപിറ്റലിൻ്റെയും പോലെയുള്ള ഇൻപുട്സിൻ്റെ ഒരു ഫംഗ്ഷനാണ് എന്ത്, അല്ലെങ്കിൽ ആ ഇൻപുട്ട് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? Q കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇവർ തമ്മിലുള്ള എന്ത് ബന്ധം? ഒരു ടെക്നോളജിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? നമ്മൾ പറഞ്ഞു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ദ ടെക്നോളജിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, അല്ലെങ്കിൽ ടെക്നിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്സ് അണ്ടർ എ ഗിവൺ ടെക്നോളജി. ഒരു നിശ്ചിത സാങ്കേതിക വിദ്യയിൽ നിന്നുകൊണ്ട് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള സാങ്കേതിക ബന്ധത്തെ പറയുന്ന പേരാണ് എന്ത്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇറ്റ് ക്യാൻ ബി ഡിനോട്ടഡ് ആസ് Q is the function of L1 K. Q quantity of output, L labor, L land, L1 labor, K capital. Okay ആണല്ലോ. ഇനി ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓൺ ദ ബേസിസ് ഓഫ് ടൈം പീരീഡ് കേട്ടോ. സമയത്തിൻ്റെ, കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ടൈം പീരീഡിൻ്റെ അടിസ്ഥാനത്തിൽ വി ക്യാൻ ക്ലാസിഫൈ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇൻ ടു. നമുക്ക് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എത്രയായി തിരിക്കാം? രണ്ടായിട്ട് തിരിക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ടൈം പീരീഡ്. ഓൺ ദ ബേസിസ് ഓഫ് ടൈം പീരീഡ് വി ക്യാൻ ക്ലാസിഫൈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇൻ ടു. ഏതൊക്കെയാണ്? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഷോർട്ട് റൺ ചെറിയ പീരീഡ്, ലോങ് റൺ ബിഗ് പീരീഡ്. ഇപ്പോൾ ഒരു വർഷം അതിനകത്തുള്ളത് ഷോർട്ട് പീരീഡ്, ഒരു വർഷത്തിന് 1, 2, 3, 4, 5 എത്ര വർഷമാണെങ്കിൽ അത് ലോങ് പീരീഡ്. ഓക്കെ, നോക്ക്. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്? In the short run, the producer can change his output only by changing variable inputs, keeping all other inputs constant. അപ്പോൾ എന്താണ്ട് in the short run production function എന്താ പറയുന്നത്? In the short run, ഷോർട്ട് പീരീഡ് ആണല്ലോ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഷോർട്ട് പീരീഡ് ആണ്. ഷോർട്ട് പീരീഡിൽ ദ പ്രൊഡ്യൂസർ ക്യാൻ ചേഞ്ച് ഹിസ് ഔട്ട്പുട്ട്. പ്രൊഡ്യൂസറിന് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഷോർട്ട് പീരീഡ്, ഇപ്പോൾ 6 മാസം പീരീഡ് എടുക്കുന്നു. ആ 6 മാസം കൊണ്ട് പ്രൊഡ്യൂസറിന് തൻ്റെ ഔട്ട്പുട്ടിൽ ചേഞ്ച് വരുത്തണം, മീൻസ് വർധനവ് വരുത്തണം. എങ്ങനെയാണ്? ഓൺലി ബൈ ചേഞ്ചിങ് വേരിയബിൾ ഇൻപുട്സ്. എങ്ങനെ പറ്റത്തുള്ളൂ അയാൾക്ക്? അയാളുടെ വേരിയബിൾ ഇൻപുട്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് മാത്രമേ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റൂ. കീപ്പിംഗ് ആൾ അതർ ഇൻപുട്സ് കോൺസ്റ്റന്റ്. ബാക്കിയുള്ള ഇൻപുട്സ് അവിടെ എന്തായിരിക്കും? കോൺസ്റ്റന്റ്. അപ്പോൾ നിങ്ങളാണ് ഒരു പ്രൊഡ്യൂസർ എന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ നിങ്ങളൊരു സ്ഥാപനം നടത്തുന്നു, ഒരു കുട കമ്പനി, ഒരു അംബ്രല കമ്പനി നടത്തുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു പെട്ടെന്നൊരു ഓർഡർ കിട്ടി, ഒരു 6 മാസം കൊണ്ട് നിങ്ങൾക്ക് പ്രൊഡക്ഷൻ കൂട്ടണം. അപ്പോൾ പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ ഇതിൽ ചേഞ്ച് വരുത്തണം, ഇൻപുട്സിൽ ചേഞ്ച് വരുത്തണ്ടേ? ഇപ്പോൾ ലാൻഡ് വേണം അല്ലേ, അതെങ്കിൽ ബിൽഡിങ് വേണം, അതുപോലെ പിന്നെന്താ മെഷീനറി വേണ്ടി വരും, അതുപോലെ ലേബേഴ്സിനെ കൂടുതൽ വേണ്ടി വരും. അപ്പോൾ ഒരു 6 മാസം കൊണ്ട് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കുറച്ചധികം ലാൻഡിൽ മാറ്റം വരുത്താൻ പറ്റില്ല. ഒരു 6 മാസം കൊണ്ട് ലാൻഡൊന്നും അക്വയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. മെഷീനറി ചിലപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന മെഷീനായിരിക്കും, ഇമ്പോർട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ നിങ്ങൾക്കുള്ള പോസിബിലിറ്റി എന്താണ്? ഉള്ള ഫാക്ടേഴ്സ്, അതായത് വേരി ചെയ്യാൻ, മാറ്റം വരുത്താൻ കഴിയുന്ന ഫാക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വരുത്താം? പ്രൊഡക്ഷനിൽ മാറ്റം വരുത്താം. അതിനെയാണ് മാറ്റം വരുത്താൻ കഴിയുന്ന ഫാക്ടേഴ്സ് നമ്മൾ പറയും വേരിയബിൾ ഇൻപുട്സ് അല്ലെങ്കിൽ വേരിയബിൾ ഫാക്ടേഴ്സ് എന്ന് പറയും. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ മാറ്റം വരുത്താൻ കഴിയാത്ത, ആ ഷോർട്ട് പീരീഡിൽ മാറ്റം വരുത്താൻ കഴിയാത്ത ഫാക്ടേഴ്സും ഉണ്ട്. അതിനെന്ത് പറയും? ആ കോൺസ്റ്റന്റ് ഫാക്ടേഴ്സ്, ഫിക്സഡ് ഇൻപുട്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഷോർട്ട് റൺ അല്ലെങ്കിൽ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ there are 2 forms of inputs, വേരിയബിൾ ഇൻപുട്സ് ആൻഡ് ഫിക്സഡ് ഇൻപുട്സ്. അപ്പോൾ പ്രൊഡക്ഷനിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? വേരിയബിൾ ഇൻപുട്സിലാണ് ചേഞ്ച് വരുത്തുന്നത്. അതുകൊണ്ടാണ് അതിന് വേരിയബിൾ ഇൻപുട്സ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഇൻപുട്സ് അവിടെ എന്തായിരിക്കും? കോൺസ്റ്റന്റ്. കാരണം ഇതൊരു ഷോർട്ട് പീരീഡ് ആണ്. കാര്യം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ എന്താണ്? ഇൻ ദ ഷോർട്ട് റൺ പ്രൊഡ്യൂസർ ക്യാൻ ചേഞ്ച് ഹിസ് ഔട്ട്പുട്ട്. ഷോർട്ട് റണ്ണിൽ പ്രൊഡ്യൂസറിന് അയാളുടെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യാൻ കഴിയും. എങ്ങനെയാണ്? ഓൺലി ബൈ ചേഞ്ചിങ് വേരിയബിൾ ഇൻപുട്സ്. എന്തിലൂടെ മാത്രമേ പറ്റൂ? വേരിയബിൾ ഇൻപുട്സിൽ ചേഞ്ച് വരുത്തിക്കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ ലേബർ. വേറെ എക്സാമ്പിൾ ഉണ്ട്, നമ്മൾ പറയും ലേബർ. പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ലേബറാണ്. ലേബേഴ്സ് നമുക്ക് കൂട്ടാം അല്ലേ, ഓവർ ടൈം ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ കുറച്ച് അധികം ലേബേഴ്സിനെ ടെമ്പററി ആയിട്ട് വിളിക്കാം. അപ്പോൾ അതിലൂടെ നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും. പക്ഷേ ലാൻഡ് കൂടുതൽ അക്വയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുപോലെ പിന്നെ ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഒരു ഷോർട്ട് പീരീഡ് ആണ്. അപ്പോൾ മാറ്റം വരുത്താൻ പറ്റാത്ത ഇൻപുട്സ് നമ്മൾ പറയും ഫിക്സഡ് ഇൻപുട്സ്, കോൺസ്റ്റന്റ് ഇൻപുട്സ് എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ ഇൻ ദ ഷോർട്ട് റൺ പ്രൊഡ്യൂസർ ക്യാൻ ചേഞ്ച് ഹിസ് ഔട്ട്പുട്ട് ഓൺലി ബൈ ചേഞ്ചിങ് വേരിയബിൾ ഇൻപുട്സ്, കീപ്പിംഗ് ആൾ അതർ ഇൻപുട്സ് കോൺസ്റ്റന്റ്. ഈ സമയം ബാക്കിയുള്ള ഇൻപുട്സ് അവിടെ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി ദാറ്റ് ഈസ് ഇൻ ദ ഷോർട്ട് റൺ there are 2 types of inputs. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും in the short run there are 2 types of inputs. ഏതൊക്കെയാണ് ഷോർട്ട് റണ്ണിലുള്ള ഇൻപുട്സ്? പറഞ്ഞേ. വേരിയബിൾ ഇൻപുട്സ്, അതുപോലെ ഫിക്സഡ് ഇൻപുട്സ്. വേരിയബിൾ ഇൻപുട്സും ഉണ്ട്,
ഫിക്സഡ്. മാറ്റം വരുത്താൻ കഴിയുന്ന ഇൻപുട്സ് വേരിയബിൾ ഇൻപുട്സ്, ബാക്കി മാറ്റം വരുത്താൻ കഴിയാത്തതിനെ ഫിക്സഡ് ഇൻപുട്സ് എന്ന് പറയും. കാരണം അത് ഉള്ളത് വെച്ചേ ഉപയോഗിക്കാൻ പറ്റൂ, അതിനകത്ത് മാറ്റം വരുത്താൻ പറ്റില്ല. വേരിയബിൾ ഇൻപുട്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? നമുക്ക് ഷോർട്ട് പീരിയഡിൽ പെട്ടെന്ന് വേരിയേഷൻ വരുത്താൻ പറ്റുന്ന, ചേഞ്ച് വരുത്താൻ പറ്റുന്ന ഇൻപുട്സ്. ഒന്ന് ലേബർ, റോ മെറ്റീരിയൽസ്, എനർജിയിൽ കറണ്ട് അല്ലെ, ഇന്ധനം, എനർജി, ഡീസലോ പെട്രോളോ അല്ലെങ്കിൽ നമ്മുടെ വൈദ്യുതി, ഇതൊക്കെ എന്താണ് നമുക്ക് പെട്ടെന്ന് മാറ്റം വരുത്താൻ കഴിയും. ഇനി മാറ്റം വരുത്താൻ കഴിയാത്തതാണ് ഫിക്സഡ് ഇൻപുട്സ്. ലാൻഡ് പെട്ടെന്ന് ചേഞ്ച് വരുത്താൻ പറ്റില്ല, ബിൽഡിങ്ങിൽ പറ്റില്ല, മെഷീനറി പറ്റില്ല, ടെക്നോളജിയിലും ഇപ്പം നമ്മളൊരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്താൽ ഇത് പെട്ടെന്ന് മറ്റൊരു ടെക്നോളജിയിലേക്ക് മാറാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഏതൊക്കെയാണ് വേരിയബിൾ ഇൻപുട്സ്, ഫിക്സഡ് ഇൻപുട്സ്? വേരിയബിൾ ഇൻപുട്സ് ഏതൊക്കെയാണ്? ലേബർ, റോ മെറ്റീരിയൽസ്, എനർജി. ഫിക്സഡ് ഇൻപുട്സ് ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, ടെക്നോളജി. മനസ്സിലായില്ലേ? ഇതാണ് രണ്ട് തരം ഇൻപുട്സ്. ഏത് പീരീഡിൽ മാത്രമേ ഉള്ളൂ? ഷോർട്ട് പീരീഡിലാണ് ഇങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ ഉള്ളത്. ലോങ് പീരീഡിൽ നമ്മളിനി പറയും. അപ്പോൾ ഷോർട്ട് പീരീഡിൽ രണ്ട് തരം ഇൻപുട്സ്, വേരിയബിൾ ഇൻപുട്സും ഫിക്സഡ് ഇൻപുട്സ്. എക്സാമ്പിൾ സഹിതം പഠിച്ചോണം. ഇനി ലോങ് റൺ പ്രൊഡക്ഷൻ. എന്താണ് ലോങ് റൺ പ്രൊഡക്ഷൻ? നോക്കി, ഇൻ ദ ലോങ് റൺ ആൾ ഇൻപുട്സ് ആർ വേരിയബിൾ. ലോങ് റണ്ണിൽ എന്താണ്? ഇപ്പോൾ നമുക്ക് സമയമുണ്ട്, ഒരു 5 വർഷ പീരീഡ് ഉണ്ട്. ഇപ്പോൾ ഒരു ഓർഡർ കിട്ടി, നമുക്ക് 5 വർഷത്തിനകത്ത് എന്ത് ചെയ്താൽ മതി? പ്രൊഡക്ഷൻ കൂട്ടിയാൽ മതി. മനസ്സിലായി? സാവകാശമുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്? ബൾക്ക് ഓർഡേഴ്സ് ആണെങ്കിൽ നമുക്ക് എല്ലാ ഇൻപുട്സിലും ചേഞ്ച് വരുത്താൻ പറ്റും. കുറച്ച് ലാൻഡ് അക്വയർ ചെയ്യാൻ പറ്റും, അവിടെ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയാക്കാൻ പറ്റും. ഇനി ചൈനയിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ മെഷീനറി ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് ആവശ്യം പോലെ സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇൻ ദ ലോങ് റൺ ആൾ ഇൻപുട്സ് ആർ വേരിയബിൾ. ഷോർട്ട് പീരീഡിൽ ഫിക്സഡ് ആയിട്ടിരുന്ന വേരിയബിൾസും ലോങ് റണ്ണിൽ എന്താണ്? വേരിയബിൾ ആണ്. എല്ലാ ഇൻപുട്സും അവിടെ വേരിയബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഓൾ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഓൾ ഇൻപുട്സ് ആർ വേരിയബിൾ ഇൻ ദ ലോങ് റൺ. ലോങ് റണ്ണിൽ എല്ലാ ഇൻപുട്സും വേരിയബിൾ ആണ്. മനസ്സിലായില്ലേ? That is, there is no distinction between variable inputs and fixed inputs in the long run. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും there is no distinction. യാതൊരുവിധ വേർതിരിവുമില്ല, വ്യത്യാസവുമില്ല. ആരൊക്കെ തമ്മിൽ? between variable inputs and fixed inputs in the long run. വേരിയബിൾ ഇൻപുട്സും ഫിക്സഡ് ഇൻപുട്സും തമ്മിൽ ലോങ് റണ്ണിൽ there is no distinction. യാതൊരുവിധ വ്യത്യാസവുമില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ഡിസ്റ്റിങ്ഷൻ എവിടെയുണ്ട്? ഷോർട്ട് റണ്ണിൽ ഉണ്ട് താനും. എവിടെയില്ല? ലോങ് റണ്ണിൽ വേരിയബിൾ ഇൻപുട്സും ഫിക്സഡ് ഇൻപുട്സും ഡിസ്റ്റിങ്ഷൻ ഇല്ലാത്തതിന് കാരണം എന്താണ്? ആൾ ഇൻപുട്സ് ആർ വേരിയബിൾ. എല്ലാ ഇൻപുട്സും ലോങ് റണ്ണിൽ വേരിയബിൾ ആണ്. അവിടെ ലാൻഡ് വേരിയബിൾ ആണ്, അതുപോലെ ബിൽഡിംഗ് വേരിയബിൾ ആണ്. കാരണം എന്താണ്? നമുക്ക് സമയമുണ്ട്, മാറ്റം വരുത്താൻ സമയമുണ്ട്. അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഇതാണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകുന്നു. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട അടുത്തൊരു ഭാഗമാണ് ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സ് ഓഫ് ഔട്ട്പുട്ട്. ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമല്ലോ, ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയാണല്ലോ പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ഷനിലൂടെ ലഭിക്കുന്ന ഔട്ട്പുട്ടിനെ നമുക്ക് പല കോൺസെപ്റ്റുകളിൽ അവതരിപ്പിക്കാം. അപ്പോൾ ഔട്ട്പുട്ടിൻ്റെ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സ് എന്താണ്? ഒന്ന് ടോട്ടൽ പ്രോഡക്റ്റ്. അതിന് നമുക്ക് ടി പി ടോട്ടൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഫിസിക്കൽ പ്രോഡക്റ്റ് എന്ന് പറയും. നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുന്ന ഫിസിക്കൽ പ്രോഡക്റ്റ് ആണ് കേട്ടോ. സർവീസസിന് നമുക്ക് ഇവിടെ എക്സാമ്പിളായിട്ട് എടുക്കുന്നില്ല. ടോട്ടൽ, അതുകൊണ്ടാണ് ഫിസിക്കൽ പ്രോഡക്റ്റ്, ഭൗതിക ഉൽപ്പന്നം എന്ന് പറയുന്നത്. ടോട്ടൽ പ്രോഡക്റ്റ് ഓർ ടോട്ടൽ ഫിസിക്കൽ പ്രോഡക്റ്റ് എന്ന് പറയും. ആവറേജ് പ്രോഡക്റ്റ് ഓർ ആവറേജ് ഫിസിക്കൽ പ്രോഡക്റ്റ്, AP ഓർ APP. 3 മാർജിനൽ പ്രോഡക്റ്റ് ഓർ മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ്. നമ്മൾ ഫിസിക്കൽ രൂപത്തിലുള്ളതാണ് ഇവിടെ എക്സാമ്പിളായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ 3 കോൺസെപ്റ്റുകളാണ് ഏതിനുള്ളത്? ഔട്ട്പുട്ടിന് ഉള്ളത്. ഏതൊക്കെയാണ്? ടോട്ടൽ പ്രോഡക്റ്റ്, ആവറേജ് പ്രോഡക്റ്റ്, മാർജിനൽ പ്രോഡക്റ്റ്. ടോട്ടൽ പ്രോഡക്റ്റ്, ആവറേജ് പ്രോഡക്റ്റ്, മാർജിനൽ പ്രോഡക്റ്റ്. ഇങ്ങനെ 3 കോൺസെപ്റ്റുകളാണ് ഏതിനുള്ളത്? ഔട്ട്പുട്ടിന് ഉള്ളത്. നോക്കാം. ടോട്ടൽ പ്രോഡക്റ്റ്, TP അല്ലേ, അല്ലെങ്കിൽ ടോട്ടൽ ഫിസിക്കൽ പ്രോഡക്റ്റ്, TPP. എന്താ ടോട്ടൽ പ്രോഡക്റ്റ്? ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, കാണാതെ ഒന്നും പഠിക്കണമെന്നില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് produced by using all possible units of variable input, keeping all other inputs constant. അപ്പോൾ നമ്മൾ ഈ ടോട്ടൽ പ്രോഡക്റ്റ് പറഞ്ഞേക്കുന്നത് ഷോർട്ട് റൺ വെച്ചിട്ടാണ് പറഞ്ഞത്. 2 പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഷോർട്ട് റൺ വെച്ചിട്ടാണ് ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് അല്ലേ? ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. സംശയമൊന്നുമില്ലല്ലോ. പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ് ആൾ പോസിബിൾ ഇൻപുട്സ് ഓഫ് വേരിയബിൾ ഇൻപുട്ട്. അപ്പോൾ
എങ്ങനെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്? ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് എങ്ങനെയാണ് കിട്ടിയത്? പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ് ഓൾ പോസിബിൾ യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ ഇൻപുട്ട്. കാരണം വേരിയബിൾ ഇൻപുട്ട് ഉപയോഗിച്ചാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പോൾ വേരിയബിൾ ഇൻപുട്സിന്റെ സാധ്യമായ യൂണിറ്റുകൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിച്ച ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ആണ്. അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് എങ്ങനെ കിട്ടിയത്? പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ് ഓൾ പോസിബിൾ യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ ഇൻപുട്ട്. നമുക്ക് സാധ്യമായ വേരിയബിൾ ഇൻപുട്ടിന്റെ എല്ലാ യൂണിറ്റുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ടോട്ടൽ ഔട്ട്പുട്ടാണ്. അപ്പോൾ എന്താണ് വേരിയബിൾ ഇൻപുട്ട് യൂസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഇൻപുട്സ് അപ്പോൾ എന്തായിരിക്കും? കീപ്പിംഗ് ആൾ അതർ ഇൻപുട്സ് കോൺസ്റ്റന്റ്. ബാക്കിയുള്ള ഇൻപുട്സ് അവിടെ എന്തായിരിക്കും? കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ അതിന്റെ മലയാളം മീനിങ് ഇത്രയേ ഉള്ളൂ. മറ്റ് ഇൻപുട്സുകൾ കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട് വേരിയബിൾ ഇൻപുട്ടിന്റെ സാധ്യമായ യൂണിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന ആകെ ഉൽപ്പന്നത്തെ പറയുന്ന പേരാണ് ടോട്ടൽ പ്രോഡക്റ്റ്. ഇപ്പൊ ലേബേഴ്സിനെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ബാക്കി ലാൻഡ്, ബിൽഡിംഗ് ഇതെല്ലാം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ലേബേഴ്സിനെ മാത്രം കൂട്ടിക്കൊണ്ട് നമുക്ക് എന്ത് കിട്ടുന്നു? ഔട്ട്പുട്ട് കൂട്ടാൻ പറ്റുന്നു. അപ്പോൾ അങ്ങനെ ലഭിക്കുന്ന മൊത്തം ഔട്ട്പുട്ടിനെ പറയുന്ന പേരാണ് ടോട്ടൽ പ്രോഡക്റ്റ്. ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറയും. ഓക്കെ, എന്ന് വെച്ചാൽ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് അത്രയേ ഉള്ളൂ, ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ നമുക്ക് അടുത്ത കോൺസെപ്റ്റ് നോക്കാം. ആവറേജ് പ്രോഡക്റ്റ്. ആവറേജ് പ്രോഡക്റ്റ് എന്താണ്? ഇതിന്റെ ഡെഫിനിഷൻ പഠിക്കണം. ടോട്ടൽ പ്രോഡക്റ്റിനെ പഠിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഇരുന്നാൽ മതി. ആവറേജ് പ്രോഡക്റ്റിന്റെ നോക്കിയേ. AP means average product is the output produced, means ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഔട്ട്പുട്ട്. എങ്ങനെയാണ്? per unit of the variable factor employed. per unit of the variable factor, കാരണം നമ്മൾ വേരിയബിൾ ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ടാണല്ലോ പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പോൾ per unit of the variable factor employed, നമ്മൾ എംപ്ലോയ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എംപ്ലോയ് ചെയ്യാന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉപയോഗിക്കുക. അപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന ഓരോ യൂണിറ്റ് വേരിയബിൾ ഫാക്ടറിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് വേരിയബിൾ ഫാക്ടറിൽ നിന്നും ലഭിക്കുന്ന ഔട്ട്പുട്ടിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ പറയുന്ന പേരാണ് ആവറേജ് പ്രോഡക്റ്റ്. മനസ്സിലായില്ലേ? ഓരോ യൂണിറ്റിൽ നിന്നും. അപ്പോൾ ആവറേജ് പ്രോഡക്റ്റ് ഈസ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് ഓഫ് ദ വേരിയബിൾ ഫാക്ടർ എംപ്ലോയിഡ്. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ യൂണിറ്റ് വേരിയബിൾ ഫാക്ടറിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഔട്ട്പുട്ടിനെ പറയുന്ന പേരാണ് ആവറേജ് പ്രോഡക്റ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ്? ഇക്വേഷൻ ഉണ്ട്, പഠിക്കണം. ആവറേജ് പ്രോഡക്റ്റ് AP is equal to TP by L. അപ്പോൾ L എവിടെ നിന്ന് വന്നെന്നൊരു സ്വാഭാവികമായിട്ടൊരു സംശയം വരും. L മീൻസ് ലേബർ, യൂണിറ്റ്സ് ഓഫ് ലേബർ അത്രയേ ഉള്ളൂ. നമ്പർ ഓഫ് വർക്കേഴ്സ് എന്നുള്ള മീനിങ്, നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് വെച്ചാൽ വേരിയബിൾ ഇൻപുട്ട്. നമ്മൾ വേണമെങ്കിൽ വേരിയബിൾ നമ്പർ ഓഫ് വേരിയബിൾ ഇൻപുട്സ് എന്ന് മാത്രം വേണമെങ്കിലും പറയാം. L വേരിയബിൾ ഫാക്ടർ ആയതുകൊണ്ട് അവിടെ L കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ TP by L എന്ന് പറയും. TP by വേരിയബിൾ ഇൻപുട്സ് അല്ലെങ്കിൽ TP by ലേബർ. ലേബർ ഒരു വേരിയബിൾ ഇൻപുട്ട് ആണല്ലോ. അപ്പോൾ AP is equal to TP divided by L. ഇങ്ങനെയാണ് നമുക്ക് ആവറേജ് പ്രോഡക്റ്റ് കിട്ടുന്ന ഇക്വേഷൻ പഠിക്കണം. AP is equal to TP divided by L. അങ്ങനെയാണെങ്കിൽ നമുക്ക് TP അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. TP is equal to AP into ലേബർ അല്ലേ? AP into ലേബർ. അപ്പോൾ AP is equal to TP by L ആണെങ്കിൽ TP is equal to AP into ലേബർ ആയിരിക്കും. AP into ലേബർ, ആവറേജ് പ്രോഡക്റ്റ് ഇൻറ്റു ലേബർ ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി നമ്മൾ മാർജിനൽ പ്രോഡക്റ്റ് MP അല്ലേ, അല്ലെങ്കിൽ MP അല്ലെങ്കിൽ മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് MPP. നോക്ക്, മാർജിനൽ പ്രോഡക്റ്റ് ഈസ് ദ അഡിഷൻ മേഡ് ടു ദ ടോട്ടൽ പ്രോഡക്റ്റ്. മാർജിനൽ പ്രോഡക്റ്റ് ഈസ് ദ അഡിഷൻ മേഡ് ടു ദ ടോട്ടൽ പ്രോഡക്റ്റ്. ടോട്ടൽ പ്രോഡക്റ്റിനോടൊപ്പം നടത്തുന്ന അഡിഷൻ ആണ്, കൂട്ടിച്ചേർക്കലാണ്. ഫ്രം ദ യൂസ് ഓഫ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഫാക്ടർ എംപ്ലോയിഡ്. അപ്പോൾ നമ്മൾ അധികമായിട്ട് ഒരു യൂണിറ്റ് വേരിയബിൾ ഫാക്ടർ യൂസ് ചെയ്യുമ്പോൾ, അപ്പോൾ ഓർക്കണം ബാക്കിയുള്ള ഫാക്ടേഴ്സ് അവിടെ കോൺസ്റ്റന്റ് ആണേ, അത് നമ്മൾ എല്ലായിടത്തും പറയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്? മാർജിനൽ പ്രോഡക്റ്റ് ഈസ് ദ അഡിഷൻ മേഡ് ടു ദ ടോട്ടൽ പ്രോഡക്റ്റ്. അതും പഠിക്കേണ്ടതാണ്. മാർജിനൽ പ്രോഡക്റ്റ് ഈസ് ദ അഡിഷൻ മേഡ് ടു ദ ടോട്ടൽ പ്രോഡക്റ്റ്. ടോട്ടൽ പ്രോഡക്റ്റിനോടൊപ്പമുള്ള അഡിഷൻ ആണ്. നിങ്ങൾ മാർജിനൽ യൂട്ടിലിറ്റി ഒക്കെ പഠിച്ചു കാണും, അത് ഇതുപോലെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ മാർജിനൽ പ്രോഡക്റ്റ് ഈസ് ദ അഡിഷൻ മേഡ് ടു ദ ടോട്ടൽ പ്രോഡക്റ്റ്. ടോട്ടൽ പ്രോഡക്റ്റിനോടൊപ്പം നടത്തുന്ന കൂട്ടിച്ചേർക്കലാണ്. എപ്പോഴാണ് കൂട്ടിച്ചേർക്കൽ ഉണ്ടാകുന്നത്? ഫ്രം ദ യൂസ് ഓഫ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഫാക്ടർ എംപ്ലോയിഡ്. നമ്മൾ അധികമായിട്ട് ഒരു യൂണിറ്റ് വേരിയബിൾ ഫാക്ടർ കൂടി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് ടോട്ടൽ പ്രോഡക്റ്റ് കൂടുമല്ലോ, അല്ലെ? നിലവിലുള്ളതിൻ്റെ കൂടെ ഒരു അഡിഷൻ ഉണ്ടാകുമല്ലോ. ആ അഡിഷനെ പറയുന്ന പേരാണ് മാർജിനൽ പ്രോഡക്റ്റ്. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ, അപ്പോൾ ഒരു ലേബർ 10 യൂണിറ്റ് സാധനം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഒരു ലേബർ മാത്രമേ ഇപ്പം നിലവിലുള്ളൂ, അയാൾ 10 യൂണിറ്റ് ടോട്ടൽ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി ഒരാളെ കൂടി അവിടെ കൊണ്ടുവന്നു. അപ്പോൾ എന്താണ്? യൂസ് ഓഫ് അഡീഷണൽ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഫാക്ടർ. ഇപ്പോൾ ഒരാളെ കൂടി കൊണ്ടുവരുമ്പോൾ അഡീഷണൽ ആയിട്ട് ഒരാൾ കൂടി വന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ടോട്ടൽ പ്രോഡക്റ്റ് കൂടണമല്ലോ. അപ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് 10ൽ നിന്നും 18 ആയെന്ന് വെച്ചോ. 10ൽ നിന്ന് എത്രയായി? 18 ആയി. അപ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് 18 ആയി. അപ്പോൾ രണ്ടാമത് വന്ന ഒരാളുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? അപ്പോൾ 10 18 ആയി. അപ്പോൾ രണ്ടാമത് വന്ന ആളുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 8 അല്ലേ? 8 യൂണിറ്റ് ആണ്. ഇതാണ് മാർജിനൽ പ്രോഡക്റ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ്? മാർജിനൽ പ്രോഡക്റ്റ് ഈസ് ദ അഡിഷൻ മേഡ് ടു ദ ടോട്ടൽ പ്രോഡക്റ്റ്
ഫ്രം ദ യൂസ് ഓഫ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഫാക്ടർ എംപ്ലോയിഡ്. നമ്മൾ അധികമായിട്ട് ഒരു യൂണിറ്റ് വേരിയബിൾ ഫാക്ടർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് ടോട്ടൽ പ്രോഡക്റ്റിനോടൊപ്പമുള്ള അഡിഷനെ കൂട്ടിച്ചേർക്കലിനെ പറയുന്ന പേരാണ് മാർജിനൽ പ്രോഡക്റ്റ്. നോക്ക്, അതിനൊരു ഇക്വേഷൻ ഉണ്ട്. MPN ഈസ് ഈക്വൽ ടു TPN മൈനസ് TPN മൈനസ് 1. പഠിക്കേണ്ട ഇക്വേഷനാണ്. MPN അതായത് nth യൂണിറ്റ് ഓഫ് MP, എത്രാമത്തെ യൂണിറ്റ് എന്ന് പറയുകയാണ്. എത്രാമത്തെ യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റിയുടെ മാർജിനൽ പ്രോഡക്റ്റ്. അപ്പോൾ nth യൂണിറ്റ് MPN ഈസ് ഈക്വൽ ടു TPN മൈനസ് TPN മൈനസ് 1. TPN മൈനസ് TPN മൈനസ് 1. ഓർ മറ്റൊരു ഇക്വേഷൻ കൂടിയുണ്ട്. MP is equal to delta TP by delta L. Delta TP by delta L. Delta TP എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ടോട്ടൽ പ്രോഡക്റ്റ്. ഡെൽറ്റ എൽ എന്താണ്? ചേഞ്ച് ഇൻ ലേബർ ഫോഴ്സ്. ഡെൽറ്റ കൊടുക്കുന്ന ചേഞ്ചിനെ ഡിനോട്ട് ചെയ്യാനാണ്. അപ്പോൾ ഡെൽറ്റ TP എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ടോട്ടൽ പ്രോഡക്റ്റ്. ഡെൽറ്റ എൽ എന്താണ്? ചേഞ്ച് ഇൻ ലേബർ ഫോഴ്സ്. അപ്പോൾ മാർജിനൽ പ്രോഡക്റ്റിന് രണ്ട് ഇക്വേഷൻ ഉണ്ട്. രണ്ടിലൊരെണ്ണം ചോദിക്കാം. അപ്പോൾ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് nth യൂണിറ്റ് എന്ന് പറയുന്നത് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് nth യൂണിറ്റ് ഓഫ് ലേബർ, nth യൂണിറ്റ് ഓഫ് വേരിയബിൾ ഫാക്ടർ. n എന്ന് വെച്ചാൽ ഇത്രാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നതിന് പകരമാണ് n യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ 5ാമത്തെ ലേബർ ആണെങ്കിൽ n എന്താണ്? 5 ആണ്. അപ്പോൾ nth യൂണിറ്റ് ഓഫ് വേരിയബിൾ ഫാക്ടർ അല്ലെങ്കിൽ ലേബർ. അപ്പോൾ MPN ഈസ് ഈക്വൽ ടു TPN മൈനസ് TPN മൈനസ് 1. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ MP ഈസ് ഈക്വൽ ടു ഡെൽറ്റ TP ബൈ ഡെൽറ്റ L. ചേഞ്ച് ഇൻ ടോട്ടൽ പ്രോഡക്റ്റ് ബൈ ചേഞ്ച് ഇൻ ലേബർ. ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക? മാർജിനൽ പ്രോഡക്റ്റ് കിട്ടുക. അപ്പോൾ മാർജിനൽ പ്രോഡക്റ്റിന്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ. MPN ഈസ് ഈക്വൽ ടു TPN മൈനസ് TPN മൈനസ് 1 ഓർ MP ഈസ് ഈക്വൽ ടു ഡെൽറ്റ TP ബൈ ഡെൽറ്റ L. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകുന്നു. ഐസോകോണ്ട്. അപ്പോൾ പ്രോഡക്റ്റുകളൊക്കെ ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്തത് ഐസോകോണ്ട്. എന്താണ് നമുക്ക് നോക്കാം. ഐസോകോണ്ട് ഈസ് എ കർവ്. നിങ്ങൾ ഇൻഡിഫറൻസ് കർവ് പഠിച്ചു കാണുമല്ലോ, ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഐസോകോണ്ടും വരുന്നത്. ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ഇത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട്, ഇൻഡിഫറൻസ് കർവ് സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലേ, ഇത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ എന്താണ് ഐസോകോണ്ട്? അതായത് ഐസോ ഈക്വൽ ക്വാണ്ടിറ്റി, അതാണ് ഉദ്ദേശിക്കുന്നത്. ഈക്വൽ ക്വാണ്ടിറ്റി. ഐസോകോണ്ട് മീൻസ് ഈക്വൽ ക്വാണ്ടിറ്റി. Isochond is a curve. Isochond is a curve which shows, ആ കർവ് എന്താണ് ഷോ ചെയ്യുന്നത്? എന്താണ് കാണിക്കുന്നത്? കോമ്പിനേഷൻസ് ഓഫ് ടു ഇൻപുട്സ്. രണ്ട് ഇൻപുട്ടുകളുടെ കോമ്പിനേഷൻ, ഡിഫറെന്റ് കോമ്പിനേഷൻ ആണ് ഉള്ളത് അതിനകത്ത്. വിച്ച് ഗീവ് സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ആ കോമ്പിനേഷൻ വ്യത്യസ്തമാണെങ്കിലും അതെന്താ തരുന്നത്? സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ രണ്ട് ഇൻപുട്ടുകളുടെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ് ഇവിടെയുള്ളത്, ഐസോകോണ്ട് എന്ന കർവിൽ ഉള്ളത്. ഈ വരച്ചേക്കുന്നതാണ് ഐസോകോണ്ട്. കണ്ടല്ലോ. അപ്പോൾ ഈ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ് ഐസോകോണ്ട്. ഇൻഡിഫറൻസ് കർവ് ഇതുപോലെയല്ലേ വരച്ചത്. അപ്പോൾ ഈ കർവിൽ നോക്കി, ഈ കർവ് എന്താണ്? ഷോസ് ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് ടു ഇൻപുട്സ്. ലേബറും ക്യാപിറ്റലും. രണ്ട് ഇൻപുട്ട് ഉണ്ട് ഇവിടെ, ലേബറും ഉണ്ട് ക്യാപിറ്റലും ഉണ്ട്. അപ്പോൾ ആ രണ്ട് ഇൻപുട്ടുകളുടെ പല കോമ്പിനേഷൻ. ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഇപ്പോൾ A, B, C. അപ്പോൾ ഈ പോയിന്റ്സുകളിലൂടെയാണല്ലോ ഈ കർവ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ കർവ് കിട്ടുന്നതിന് മുമ്പ് നമുക്ക് എന്ത് കിട്ടണം? ആ ഡിഫറെന്റ് കോമ്പിനേഷൻ പോയിന്റ്സ്, ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും കോമ്പിനേഷൻ പോയിന്റുകളാണ്. ഞാനിവിടെ 3 പോയിന്റുകൾ മാർക്ക് ചെയ്തു. അപ്പോൾ ഡിഫറെന്റ് കോമ്പിനേഷൻ പോയിന്റ് ആയി, ഇൻപുട്ടുകളുടെ ഡിഫറെന്റ് കോമ്പിനേഷൻ പോയിന്റ് ആയി. ഇനി ആ കോമ്പിനേഷനിലൂടെ എന്താണ് നമുക്ക് ലഭിക്കേണ്ടത്? വിച്ച് ഗീവ് സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കുന്നു? സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഇപ്പോൾ എയിൽ നിന്ന് കിട്ടിയ ഔട്ട്പുട്ട് 100 യൂണിറ്റ് ആണ്, 100 യൂണിറ്റ് എന്ന് കരുതുക. ബിയിൽ നിന്ന് എന്ത് കിട്ടുന്നു? 100 യൂണിറ്റ്. സിയിൽ നിന്ന് എന്ത് കിട്ടുന്നു? 100 യൂണിറ്റ്. മനസ്സിലായോ? എയിൽ നിന്ന് 100 യൂണിറ്റ്, ബിയിൽ നിന്ന് 100 യൂണിറ്റ്, സിയിൽ നിന്ന് 100 യൂണിറ്റ്. ഇങ്ങനെ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് തരുന്ന ഇൻപുട്ടുകളുടെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ് ഈ മാർക്ക് ചെയ്തേക്കുന്നത്. അതിലൂടെ നമ്മൾ അതിനെ ജോയിൻ ചെയ്താൽ ഇതുപോലെ ഈ ഷേപ്പിൽ ഒരു കർവ് കിട്ടും. ഇറ്റ് ഈസ് കാൾഡ് ഐസോകോണ്ട്. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഐസോകോണ്ട്. അപ്പൊ എന്താണ് ഐസോകോണ്ട്? ഐസോകോണ്ട് ഈസ് എ കർവ്. ഐസോകോണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഇത് ആ ഗ്രാഫിൽ കാണുന്ന പോലെ ഒരു കർവാണ് അല്ലേ? ഗ്രാഫിൽ കാണുന്ന പോലെ ഐസോകോണ്ട് ഒരു കർവാണ്. വിച്ച് ഷോസ്, ഇത് എന്താണ് കാണിക്കുന്നത്? വിച്ച് ഷോസ് കോമ്പിനേഷൻസ് ഓഫ് ടു ഇൻപുട്സ്. വിച്ച് ഷോസ് കോമ്പിനേഷൻസ് ഓഫ് ടു ഇൻപുട്സ്. രണ്ട് ഇൻപുട്ടുകളുടെ കോമ്പിനേഷൻ ആണ്, ഡിഫറെന്റ് കോമ്പിനേഷൻ ആണ് കാണിക്കുന്നത്. ആ കോമ്പിനേഷൻ നമുക്ക് എന്താ കിട്ടുന്നത്? സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. മാറിപ്പോരുത്. സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡിഫറൻസ് കർവിലാണ്. ഇവിടെ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണ്. ഒരേ ഔട്ട്പുട്ട് ലെവല് തരുന്ന രണ്ട് ഇൻപുട്ടുകളുടെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന കർവിനെ പറയുന്ന പേരാണ് ഐസോകോണ്ട്. അപ്പൊ ഐസോകോണ്ടിൽ ഏത് പോയിന്റ് എടുത്താലും അവിടെ ഔട്ട്പുട്ട് ലെവൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഐസോകോണ്ടിൽ ഏത് പോയിന്റ് എടുത്താലും ഔട്ട്പുട്ട് ലെവൽ എന്തായിരിക്കും? ഇവിടെ സെയിം ആയിരിക്കും. നോക്ക്, ഐസോകോൺസ് ആർ ആൾസോ നോൺ ആസ് ഐസോ പ്രോഡക്റ്റ് കർവ്സ്. ഇതിന് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഐസോ പ്രോഡക്റ്റ് കർവ്സ് അല്ലെ, പ്രോഡക്റ്റ് ഇൻഡിഫറൻസ് കർവ്സ്,
ഈക്വൽ പ്രോഡക്റ്റ് കർവ്സ്, ഇങ്ങനെ പല പേരുകളിൽ ഐസോകോൺസ് അറിയപ്പെടുന്നത്. അപ്പോൾ ഐസോകോൺസ് ആർ ആൾസോ നോൺ ആസ് ഐസോ പ്രോഡക്റ്റ് കർവ്സ്, പ്രോഡക്റ്റ് ഇൻഡിഫറൻസ് കർവ്സ്, ഈക്വൽ പ്രോഡക്റ്റ് കർവ്സ്, ഇങ്ങനെ പല പേരുകളിൽ ഏതറിയപ്പെടുന്നുണ്ട്? ഐസോകോണ്ട് അറിയപ്പെടും. അപ്പോൾ ഐസോകോണ്ടിന്റെ പല പേരുകൾ എന്തൊക്കെയാണ്? ഐസോ പ്രോഡക്റ്റ് കർവ്സ്, പ്രോഡക്റ്റ് ഇൻഡിഫറൻസ് കർവ്സ്, ഈക്വൽ പ്രോഡക്റ്റ് കർവ്സ്, ഇങ്ങനെ പല പേരുകളിൽ ഏതറിയപ്പെടുന്നുണ്ട്? ഐസോകോണ്ട് അറിയപ്പെടുന്നുണ്ട്. ഇനി ഐസോകോൺസ് ആർ കോൺവെക്സ് ടു ദ ഒറിജിൻ. അപ്പോൾ ചോദിക്കും, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കും, ഐസോകോണിന്റെ ഷേപ്പ് എന്താണ്? ഐസോകോൺസ് ആർ കോൺവെക്സ് ടു ദ ഒറിജിൻ, അല്ലെ? കോൺവെക്സ് ഷേപ്പ് ആണ്. ഒറിജിനിൽ നോക്കിയാൽ എന്താണ്? കോൺവെക്സ് ഷേപ്പ് ആണ്. ദാ കോൺവെക്സ് ആണ്, കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്. വിച്ച് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇത് ഇടത്തുനിന്ന് വലത്തേക്ക് താഴേക്ക് ചരിഞ്ഞു പോകുന്നു. അപ്പോൾ ഐസോകോണ്ടുകൾ കോൺവെക്സ് ആകൃതിയാണ്, അത് ഇടത്തുനിന്ന് വലത്തേക്ക് താഴേക്ക് ചരിഞ്ഞു പോകുന്നു. ഇറ്റ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ക്ലിയർ ആണല്ലോ? ഇതാണ് ഐസോകോണിന്റെ ഡെഫിനിഷൻ, അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നോക്ക്, ഐസോകോണ്ട് മാപ്പ്. ഐസോകോണ്ട് മാപ്പ് ഇതുപോലെ നിങ്ങൾ ഇൻഡിഫറൻസ് മാപ്പും പഠിക്കുന്നുണ്ട്. ഐസോകോണ്ട് മാപ്പ്, ദാ ഗ്രാഫ് കണ്ടോ? ഇവിടെ IQ1 എന്ന് വെച്ചാൽ ഐസോകോണ്ട് 1, IQ2 ഐസോകോണ്ട് 2, IQ3 ഐസോകോണ്ട് 3. ഇവിടെ രണ്ട് ഇൻപുട്ട്സ് ലേബറും ക്യാപിറ്റലും. കാരണം ഐസോകോണ്ട് പറയാൻ കോമ്പിനേഷൻ പോയിന്റ് വേണം, അപ്പോൾ രണ്ട് ഇൻപുട്ട് വേണം, ലേബറും ക്യാപിറ്റൽ. അതിനാണ് അത് യൂസ് ചെയ്യുന്നത്. എന്താ ഐസോകോണ്ട് മാപ്പ്? എ ഗ്രൂപ്പ് ഓർ എ സെറ്റ് ഓഫ് ഐസോകോൺസ് ഈസ് കാൾഡ് ഐസോകോണ്ട് മാപ്പ്. അപ്പോൾ എന്താണ് ഐസോകോണ്ട് മാപ്പ്? എ ഗ്രൂപ്പ് ഓർ എ സെറ്റ് ഓഫ് ഐസോകോൺസ് ഈസ് കാൾഡ് ഐസോകോണ്ട് മാപ്പ്. അതായത് ഐസോകോണ്ടുകളുടെ ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടം, അല്ലെ, അല്ലെങ്കിൽ ഒരു സെറ്റിനെ പറയുന്ന പേരാണ് ഐസോകോണ്ട് മാപ്പ്. ഇവിടെ അല്ലേ ഒരു കൂട്ടം ഐസോകോൺസ് ഇല്ലേ? ഒരു കൂട്ടം ഐസോകോൺസ് ഇല്ലേ? IQ1 ഉണ്ട്, IQ2 ഉണ്ട്, IQ3 ഉണ്ട്. ഇതാണ് ഐസോകോണ്ട് മാപ്പ് എന്ന് പറയുന്നത്. ഇനി ഇൻ ആൻ ഐസോകോണ്ട് മാപ്പ് നോക്കിയേ. ഇൻ ആൻ ഐസോകോണ്ട് മാപ്പ്, ഒരു ഐസോകോണ്ട് മാപ്പില് ഹയർ ഐസോകോൺ ഷോസ് ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് ലോവർ ഓൺസ് ഷോ ലോവർ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ നോക്ക്, ഹയർ ഐസോകോൺസ് ഷോ, ഇവിടെ ഹയർ ഐസോകോണ്ട് എന്ന് പറയുന്നത് ഏതാണ്? IQ1 ആണോ, IQ2 ആണോ, IQ3 ആണോ? ഹയർ ഐസോകോണ്ട് ഏതാണ്ട്? IQ3 ആണ്, അല്ലെ? ഉയർന്ന ഐസോകോണ്ട് എന്ന് പറയുന്നത് IQ3 ആണ്. അതെന്താണ് തരുന്നത്? വിച്ച് ഗീവ്സ് ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ട്, ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടെ ഈ ഗ്രാഫ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് തരുന്ന ഏതാണ്? IQ3 ആണ്. IQ3യിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കുന്നു? ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ലഭിക്കുന്നു, ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ലഭിക്കുന്നു. ഇനി ലോവർ ഓൺസ് മീൻസ് ലോവർ ഐസോകോണ്ട് ഗീവ്സ് ലോവർ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ, അപ്പോൾ ഉയർന്നു പോകുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് ലെവൽ എന്ത് ചെയ്യുന്നു? കൂടി പോകുന്നു. അപ്പോൾ ഇവിടെ IQ4 വരച്ചിരുന്നെങ്കിൽ ഇതാ ഇവിടെ ഇങ്ങനെ IQ4 കൂടി വരച്ചാൽ എന്ത് വരും? IQ4 ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് തരുന്ന ഏതായിരിക്കും? IQ4ൽ നിന്നായിരിക്കും. ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് തരുന്ന ഏതായിരിക്കും? IQ4 ആയിരിക്കും. ഏറ്റവും കുറച്ച് ഔട്ട്പുട്ട് ലെവൽ IQ1ൽ. അപ്പോൾ മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് ആ ഔട്ട്പുട്ട് ലെവൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ റൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച്, അല്ലെ, മുകളിലേക്ക് അല്ലെങ്കിൽ നമുക്ക് റൈറ്റിലേക്ക് എന്ന് പറയാമല്ലോ, റൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് ഐസോകോണ്ടിൽ ഔട്ട്പുട്ട് ലെവൽ കൂടുതലായിരിക്കും. അതുപോലെ ലെഫ്റ്റിലേക്ക് താഴേക്ക് വരുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് ലെവൽ കുറവായിരിക്കും. ഗ്രാഫ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് ലെവൽ തരുന്നത് IQ4ഉം ഏറ്റവും കുറച്ച് ഔട്ട്പുട്ട് ലെവൽ എവിടെയുമാണ്? IQ1ലും ആണ്. ക്ലിയർ ആണല്ലോ? ഇനി നോക്ക്, പ്രോപ്പർട്ടീസ് ഓഫ് ഐസോകോൺസ്. ഐസോകോൺസിന്റെ പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെ ഇതിൽ നിന്നെടുത്തായിരിക്കും ചോദിക്കുക. പ്രോപ്പർട്ടീസ് ഓഫ് ഐസോകോൺസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ഐസോകോൺസ് എന്ന് പറയും. നമ്മൾ ഈ പഠിച്ച ഐസോകോൺസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. ഐസോകോൺ സ്ലോപ്പ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ, അത് തന്നെയാണ് ഒരു ഫീച്ചർ. ഐസോകോൺ സ്ലോപ്പ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഐസോകോൺസ് ആർ കോൺവെക്സ് ടു ദ ഒറിജിൻ. ഐസോകോൺസ് എന്താണ്? അതിന്റെ കോൺവെക്സ് ആകൃതിയാണ്, അത് നമ്മൾ പറഞ്ഞതാണ്. ഹയർ ലെവൽ ഓഫ് ഐസോകോൺസ് ഗീവ് ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അത് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഉയർന്ന ഐസോകോണ്ട് ഉയർന്ന ഔട്ട്പുട്ട് ലെവൽ നൽകുന്നു. ക്ലിയർ അല്ലേ? ഐസോകോൺസ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. ഐസോകോണ്ടുകൾ ഒരിക്കലും തമ്മിൽ എന്ത് ചെയ്യില്ല? കൂട്ടിമുട്ടുകയില്ല. ഇത് ആദ്യത്തെ 3 പോയിന്റ് നമ്മൾ പഠിച്ചതാണ്. അടുത്ത പോയിന്റ് നോക്ക്, ഐസോകോൺസ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. ഐസോകോണ്ട് മാപ്പിൽ നമ്മൾ പഠിച്ചില്ലേ? ഐസോകോണ്ട് മാപ്പിൽ എന്താ പറഞ്ഞത്? ഐസോകോണ്ടുകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? കൂട്ടിമുട്ടില്ല എന്ന് പറഞ്ഞത്. അവിടെ നോക്ക്, ഐസോകോണ്ടുകൾ എവിടെയെങ്കിലും കൂട്ടിമുട്ടുന്നുണ്ടോ? ഇല്ല. ഐസോകോണ്ടുകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? കൂട്ടിമുട്ടുകയില്ല. ഐസോകോൺസ് ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. അടുത്ത പോയിന്റ് നോക്ക്, ഐസോകോൺസ് ഡു നോട്ട് ടച്ച് എയ്തർ ആക്സിസ്. ഐസോകോണ്ടുകൾ ഒരു ആക്സിസിലും ടച്ച് ചെയ്യുന്നില്ല. മീൻസ് എക്സ് ആക്സിലോ വൈ ആക്സിലോ എന്ത് ചെയ്യത്തില്ല? അത് ടച്ച് ചെയ്യുകയില്ല. അതാണ് മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ഐസോകോൺ സ്ലോപ്പ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. Isocones are convex to the origin. Higher level of isocones give higher level of output.
ഐസോകോൺസ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. ഐസോകോണ്ടുകൾ ഒരിക്കലും കൂട്ടിമുട്ടുകയില്ല. ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞു ഐസോകോൺസ് ഡു നോട്ട് ടച്ച് എയ്തർ ആക്സിസ്. ഐസോകോണ്ടുകൾ ഒരു ആക്സിസിലും എക്സ് ആക്സിലോ വൈ ആക്സിലോ എന്ത് ചെയ്യില്ല, ടച്ച് ചെയ്യുക ഇല്ല. അങ്ങനെയാണെങ്കിൽ തെറ്റാണ്. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കാൻ കൊള്ളാവുന്ന പോയിന്റ്സ് ആണ്. ഉറപ്പായിട്ടും മനസ്സിലാക്കി പഠിച്ചു വച്ചിരിക്കണം. ഇനി അടുത്ത് നോക്ക്. The slope of an isocond is equal to marginal rate of technical substitution. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. The slope of an isocond, ഐസോകോണ്ടിന്റെ ചരിവ് എന്ന് പറയുന്നത്, കാരണം ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണല്ലോ, കോൺവെക്സ് ആകൃതിയാണെന്ന് ചരിവുണ്ടായും അറിയാലോ. The slope of an isocond is equal to the marginal rate of technical substitution, MRTS. അപ്പോൾ ഐസോകോണ്ടിന്റെ ചരിവ് അല്ലെങ്കിൽ ഐസോകോണ്ടിന്റെ ചരിവ് എന്തിനു തുല്യമായിരിക്കും? MRTSന് തുല്യമായിരിക്കും. മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷന് തുല്യമായിരിക്കും. MRTSന് തുല്യമായിരിക്കും. അല്ലെങ്കിൽ ഐസോകോണ്ടിന്റെ ചരിവ് നിർണ്ണയിക്കുന്ന ആരായിരിക്കും? MRTS ആണ്. MRTS ആണ് ഐസോകോണ്ടിന്റെ ചരിവ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി the convex shape of isocond reflects diminishing marginal rate of technical substitution. ഇനി നോക്ക്, ഐസോകോണ്ടിന്റെ ചരിവ് MRTSന് തുല്യമാണ്. ഇനി പറഞ്ഞു അതിന് എന്താണ് കോൺവെക്സ് ഷേപ്പ് ആണെന്ന് പറഞ്ഞു. ഈ കോൺവെക്സ് ഷേപ്പിന് കാരണം എന്താണ്? ഐസോകോൺസിന്റെ കോൺവെക്സ് ഷേപ്പിന് കാരണം ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇപ്പൊ ഐസോകോണ്ട് നമ്മൾ ഇങ്ങനെ വരച്ചു അല്ലെ, IQ. ഇതിന് സ്ലോപ്പ് ഉണ്ട്, ചരിവുണ്ട്. ചരിവ് ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ഈ ചരിവ്. അപ്പൊ ഈ ഐസോകോണ്ടിന്റെ ചരിവിന് കാരണം എന്ന് പറയുന്നത് എന്താണ്? ചരിവ് എന്തിനു തുല്യമാണ്? MRTSന് തുല്യമാണ്. ഇനി അത് ചരിഞ്ഞ് ഏതുപോലെ കാണപ്പെടുന്നു? കോൺവെക്സ് ഷേപ്പിലാണ് അതിന്റെ ചരിവ് കാണപ്പെടുന്നത്. അത് ചരിഞ്ഞ് കോൺവെക്സ് ഷേപ്പിലാണ് കാണപ്പെടുന്നത്. അങ്ങനെ കോൺവെക്സ് ആകാൻ കാരണം, ഇപ്പൊ ചരിവ് എന്ന് പറയുമ്പോൾ എന്താണ്? പിന്നെ സ്ട്രെയിറ്റ് ലൈൻ ആകാം, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് സ്ട്രെയിറ്റ് ലൈൻ ആകാം, അതിന് ചരിവുണ്ട്. പക്ഷെ ഇവിടെ കോൺവെക്സ് ആകൃതിയാകാൻ കാരണം വെറും MRTS അല്ല, DMRTS ആണ്. ഏതാണ്ട് DMRTS, ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഡിമിനിഷിംഗ് കാരണം ഒരു ഐസോകോണ്ടിൽ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ MRTS എന്ത് ചെയ്യും? കുറഞ്ഞു കുറഞ്ഞു വരും. MRTS കുറഞ്ഞു കുറഞ്ഞു വരുമെന്നാണ് പറയുന്നത്. MRTS എന്താണ് നമ്മൾ ഈ പറയുന്നുണ്ട്? MRTS കുറഞ്ഞു കുറഞ്ഞു വരും. അതായത് രണ്ട് ഇൻപുട്ട് ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലേബറും ക്യാപിറ്റൽ, അതിൽ ഒരു ഇൻപുട്ട് നമ്മൾ കൂട്ടുമ്പോൾ രണ്ടാമത്തെ ഇൻപുട്ട്, അപ്പോൾ ലേബറിന്റെ അളവ് കൂട്ടിയാൽ ക്യാപിറ്റലിന്റെ അളവ് നമ്മൾ കുറയ്ക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ ലേബറിന് വേണ്ടി കുറയ്ക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടുന്ന ക്യാപിറ്റലിന്റെ അളവ്, അതാണ് MRTS എന്ന് പറയുന്നത്. ആ MRTS എന്ത് ചെയ്തു വരും? ആ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കുറഞ്ഞു കുറഞ്ഞു വരും. ഒരു ഐസോകോണ്ടിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ MRTS കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി കാണപ്പെടും. അതുകൊണ്ട് അതിനെ നമ്മൾ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ആ DMRTS ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അതിന് കോൺവെക്സ് ഷേപ്പ് ഉള്ളത്. അപ്പൊ ചരിഞ്ഞ് കാണപ്പെടാൻ കാരണം MRTS. ആ ചരിവ് ഏത് രൂപത്തിലാകാൻ കാരണം? കോൺവെക്സ് ഷേപ്പിലാകാൻ കാരണം ഏതാണ്? DMRTS. അതായത് MRTS കുറഞ്ഞു കുറഞ്ഞ് വരുന്നതാണ്. നോക്ക്, ഇനി MRTS എന്താണെന്ന് നോക്കി. നമ്മളിപ്പോൾ MRTS DMRTS എന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് MRTS? MRTS ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് one input factor is substituted by another input factor in order to get the same level of output. ഇപ്പം നമുക്ക് ഐസോകോണ്ടിൽ എന്ത് വേണം? സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് വേണം. ഐസോകോണ്ടിൽ ഏത് പോയിന്റ് എടുത്താലും എന്താണ്? ഔട്ട്പുട്ട് ലെവൽ സെയിം ആണ്. ഏത് പോയിന്റ് എടുത്താലും ഔട്ട്പുട്ട് ലെവൽ സെയിം ആണ്, അല്ലേ? അപ്പോൾ ഈ സെയിം ഔട്ട്പുട്ട് ലെവൽ നിലനിർത്താൻ വേണ്ടി എന്ത് ചെയ്യുന്നു? MRTS is the rate at which one input factor is substituted by another input factor in order to get the same level of output. അപ്പോൾ ഒരേ ഔട്ട്പുട്ട് ലെവൽ കിട്ടാൻ വേണ്ടി നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ ലേബറിൻ്റെ ക്യാപിറ്റലിൻ്റെ ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ചു, അല്ലേ? ഇനി അതേ ഈ ഔട്ട്പുട്ട് ഇവിടെ 100 ആണ് ഔട്ട്പുട്ട് ലെവൽ എന്ന് പറയുന്നത്. അടുത്ത 100 ഇവിടെയും 100 ലെവൽ കിട്ടണമെങ്കിൽ സെയിം കോമ്പിനേഷൻ അല്ലല്ലോ. കണ്ടോ, ഇവിടെ ഒരു കോമ്പിനേഷൻ ആണ് ഇൻപുട്ടിൻ്റെ. ഇപ്പം ലേബർ, ഇവിടെ ലേബർ, ഇവിടെ ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ നോക്ക്, ഒരു കോമ്പിനേഷൻ ആണ്. ഇപ്പം ലേബർ എന്ന് പറയുന്നത് എത്ര? 5 യൂണിറ്റ്. ഇവിടെ എത്ര? 15 യൂണിറ്റ്. ക്യാപിറ്റൽ 15. അപ്പോൾ 5 യൂണിറ്റ് ലേബറും 15 യൂണിറ്റ് ക്യാപിറ്റലും ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇവിടെ 100 യൂണിറ്റ് ഔട്ട്പുട്ട് കിട്ടി. ഇവിടെ അടുത്ത കോമ്പിനേഷൻ നോക്ക്, രണ്ടാമത്തെ കോമ്പിനേഷൻ പോയിന്റ് വ്യത്യാസമാണ്. ഇവിടെ എന്താണ്? 8 യൂണിറ്റ് എന്ന് വെച്ചാൽ 8 യൂണിറ്റ് ലേബറും, ഇവിടെ നോക്ക് ക്യാപിറ്റലിൻ്റെ അളവ് കുറഞ്ഞില്ലേ? 10 യൂണിറ്റ് ക്യാപിറ്റലും എന്ന് വെച്ചോ, 10 യൂണിറ്റ് ക്യാപിറ്റലും. അപ്പോൾ ലേബറിൻ്റെ അളവ് കൂടിയപ്പോൾ ക്യാപിറ്റലിൻ്റെ അളവ് എന്ത് ചെയ്യേണ്ടി വന്നു? കുറയ്ക്കേണ്ടി വന്നു. അപ്പോൾ ലേബറിന് വേണ്ടി ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? നമ്മൾ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? ക്യാപിറ്റലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ലേബറിൻ്റെ അളവ് കൂട്ടിയത്. ക്യാപിറ്റലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ലേബറിൻ്റെ അളവ്, അതായത് ക്യാപിറ്റലിൻ്റെ അളവ് കുറച്ചിട്ടാണ്
ലേബറിന്റെ അളവ് കൂട്ടിയത്. എന്തിനു വേണ്ടി? ടു ഗെറ്റ് ദ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഇനി ഇതാ വീണ്ടും അടുത്ത കോമ്പിനേഷൻ, ഇവിടെയും 100 ലെവൽ കിട്ടണമെങ്കിൽ, കാരണം ഐസോകോണ്ടിലെല്ലാം നമുക്ക് സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് കിട്ടണമല്ലോ. അപ്പോൾ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ലേബർ കൂട്ടുമ്പോൾ ക്യാപിറ്റലിന്റെ അളവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. നേരെ തിരിച്ച് ക്യാപിറ്റൽ അളവ് കൂട്ടുമ്പോൾ ലേബറിന്റെ അളവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ റേറ്റിനെയാണ്, അതായത് ഒരു യൂണിറ്റ് ലേബറിനെ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ലേബർ വർദ്ധിപ്പിക്കുമ്പോൾ അതിനുവേണ്ടി എത്ര യൂണിറ്റ് ക്യാപിറ്റൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഉപേക്ഷിക്കേണ്ടി വരുന്നു. മനസ്സിലായി? അല്ലെങ്കിൽ എത്ര യൂണിറ്റ് ക്യാപിറ്റൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഒരു യൂണിറ്റ് ലേബർ നമ്മൾ ഉപയോഗിക്കുന്നത്. ആ റേറ്റിനെ പറയുന്ന പേരാണ് MRTS, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. അപ്പോൾ MRTS ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വൺ ഇൻപുട്ട് ഫാക്ടർ ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ്. ഒരു ഇൻപുട്ട് ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നു ബൈ അനദർ ഇൻപുട്ട്, മറ്റൊരു ഇൻപുട്ടിനാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നു. അല്ലെ? എന്തിനു വേണ്ടിയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ടു ഗെറ്റ് സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് ലേബർ വർദ്ധിപ്പിക്കാൻ വേണ്ടി ക്യാപിറ്റലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എന്നിട്ട് ലേബറിനെ കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ക്യാപിറ്റൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി ലേബറിനെ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ എന്താണ് കോമ്പിനേഷൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് എവിടെ കിട്ടുന്നത്? ഐസോകോണ്ടിൽ കിട്ടുന്നത്. അങ്ങനെ ഇൻപുട്ടുകൾ തമ്മിലുള്ള ആ സബ്സ്റ്റിറ്റ്യൂഷൻ റേറ്റിനെ പറയുന്ന പേരാണ് MRTS, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഐസോകോണ്ടിന്റെ സ്ലോപ്പിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. പിന്നെ പറഞ്ഞു ആ MRTS, അതായത് ഒരു യൂണിറ്റ് ലേബറിന് വേണ്ടി നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരുന്ന ക്യാപിറ്റലിന്റെ അളവ്, സബ്സ്റ്റിറ്റ്യൂഷൻ റേറ്റ് എന്താണ്? ആ സബ്സ്റ്റിറ്റ്യൂഷൻ റേറ്റ് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരും. അതുകൊണ്ടാണ് അതിനെ DMRTS എന്ന് പറയുന്നത്. ആ DMRTS ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന്റെ ചരിവ് എന്തായി മാറുന്നത്? കോൺവെക്സ് ആകൃതിയായിട്ട് മാറുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി മാർജിനൽ യൂണിറ്റ് ഓഫ് ലേബർ ഫോർ ക്യാപിറ്റൽ, MRTS ഓഫ് ലേബർ ഫോർ ക്യാപിറ്റൽ. ക്യാപിറ്റലിന് പകരം MRTS LK എന്ന് വെച്ചാൽ ലേബർ യൂസ് ചെയ്യുന്നു, ക്യാപിറ്റലിന് പകരം ക്യാപിറ്റലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ലേബർ ഉപയോഗിക്കുന്നു. MRTS LK is equal to ഡെൽറ്റ കെ ബൈ ഡെൽറ്റ എൽ. അപ്പൊ MRTS LK എന്ന് വെച്ചാൽ എന്താണ്? എൽ ലേബറിന്റെ അളവ് കൂട്ടുന്നു, ക്യാപിറ്റലിന്റെ അളവ് കുറയ്ക്കുന്നു. ലേബർ ഫോർ ക്യാപിറ്റൽ എന്നാണ്. ലേബർ ഫോർ ക്യാപിറ്റൽ, ക്യാപിറ്റലിന് പകരമുള്ള ലേബർ, ക്യാപിറ്റലിന് പകരം ലേബർ യൂസ് ചെയ്യുന്നു. അപ്പോൾ അതാണ് MRTS LK. അപ്പോൾ MRTS LK is equal to ഡെൽറ്റ കെ ബൈ ഡെൽറ്റ എൽ. ഇപ്പൊ MRTS KL എന്നാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരും? MRTS ക്യാപിറ്റൽ ഫോർ ലേബർ ആണെങ്കിൽ ഇക്വേഷൻ ഡെൽറ്റ എൽ ബൈ ഡെൽറ്റ കെ എന്ന് കൊടുക്കണം. ഡെൽറ്റ എൽ ബൈ ഡെൽറ്റ കെ എന്ന് കൊടുക്കണം. അപ്പോൾ ഇവിടെ ലേബറിന്റെ LK എന്ന് വെച്ചാൽ ലേബറിന്റെ എണ്ണം കൂടുന്നു, അതിന് പകരം ഏത് കുറയ്ക്കേണ്ടി വരുന്നു? ക്യാപിറ്റൽ അളവ് കുറയ്ക്കാനാണ് LK, ലേബർ ഫോർ ക്യാപിറ്റൽ. അപ്പോൾ MRTS LK is equal to ഡെൽറ്റ കെ ബൈ ഡെൽറ്റ എൽ. ഡെൽറ്റ കെ എന്താണ്? ചേഞ്ച് ഇൻ ക്യാപിറ്റൽ. നമ്മൾ ഡെൽറ്റ നേരത്തെ പറഞ്ഞു, ചേഞ്ച് ഇൻ ക്യാപിറ്റൽ. ഡെൽറ്റ എൽ ചേഞ്ച് ഇൻ ലേബർ ഇൻപുട്ട്, ക്യാപിറ്റൽ ഇൻപുട്ടും ലേബർ ഇൻപുട്ടും. അപ്പോൾ ചേഞ്ച് ഇൻ ക്യാപിറ്റൽ ഇൻപുട്ട് ഡെൽറ്റ കെ, ചേഞ്ച് ഇൻ ലേബർ ഇൻപുട്ട് ഡെൽറ്റ എൽ. അതാണ് MRTS LK എന്ന് പറയുന്നത്. MRTS LK. ഓർ ഇനി MRTSന്റെ മറ്റൊരു രീതിയിലും ഇതിനെ കാണാം. MRTS ലേബർ ഫോർ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ബൈ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. മാർജിനൽ പ്രോഡക്റ്റ് മീൻസ് ലേബറിൽ നിന്നുണ്ടാകുന്ന അഡീഷണൽ പ്രോഡക്റ്റിനെ ക്യാപിറ്റലിൽ നിന്നുണ്ടാകുന്ന അഡീഷണൽ പ്രോഡക്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും എന്ത് കിട്ടും? MRTS കിട്ടും, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടും. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ രണ്ട് ഇക്വേഷൻ ഉണ്ട്. MRTS LK അല്ലെങ്കിൽ MRTS മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ലേബർ ഫോർ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ഡെൽറ്റ കെ ബൈ ഡെൽറ്റ എൽ, അല്ലെങ്കിൽ MPL ബൈ MPK. MPL എന്ന് വെച്ചാൽ എന്താണ്? മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ, ലേബറിന്റെ മാർജിനൽ പ്രോഡക്റ്റ്. MPK എന്താണ്? മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റലിൽ നിന്നുണ്ടാകുന്ന അഡീഷണൽ പ്രോഡക്റ്റ്. അപ്പോൾ ലേബറിൽ നമ്മൾ അധികമായിട്ട് ലേബർ യൂസ് ചെയ്യുമ്പോൾ എന്താണ്? അതിന്റെ ഫലമായിട്ട് ടോട്ടൽ പ്രോഡക്റ്റിലുള്ള അഡീഷൻ ഉണ്ടല്ലോ, ആ അഡീഷനെയാണ് എന്തെന്ന് പറയുന്നത്? മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ. അതുപോലെ അഡീഷണൽ ആയിട്ട് നമ്മൾ ക്യാപിറ്റൽ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഫലമായിട്ട് ലേബർ പിന്നെ ടോട്ടൽ പ്രോഡക്റ്റിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന പ്രോഡക്റ്റ് ആണ് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബറിനെ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ കൊണ്ട് ഡിവൈഡ് ചെയ്താലും MRTS LK ലഭിക്കും, ലേബർ ഫോർ ക്യാപിറ്റൽ ലഭിക്കും. അപ്പോൾ രണ്ട് ഇക്വേഷൻ ആണ്, പഠിച്ചു വെച്ചേക്കണം. MRTS LK is equal to MRTS ലേബർ ഫോർ ക്യാപിറ്റൽ is equal to ഡെൽറ്റ കെ ബൈ ഡെൽറ്റ എൽ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ക്യാപിറ്റൽ ബൈ ചേഞ്ച് ഇൻ ലേബർ, അല്ലെങ്കിൽ MRTS ലേബർ ഫോർ ക്യാപിറ്റൽ is equal to മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ബൈ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, ഇത്രയുമാണ് ഐസോകോണ്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നന്നായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്നു. ലോസ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന നിയമങ്ങൾ. ലോസ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന നിയമങ്ങൾ എന്ന് പറയും. നോക്കാം. The law of production in the short run is known as law of diminishing returns or law of variable proportion. അപ്പോൾ രണ്ട് ഉൽപാദന നിയമങ്ങളുണ്ട്, മനസ്സിലാക്കുക. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ലോയും ഉണ്ട്, ലോങ് റൺ പ്രൊഡക്ഷൻ ലോയും ഉണ്ട്. നമുക്കറിയാം ഷോർട്ട് റൺ പ്രൊഡക്ഷൻ തിയറിയും ലോങ് റൺ പ്രൊഡക്ഷൻ തിയറിയും. അപ്പോൾ ലോസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന രണ്ട് പ്രൊഡക്ഷൻ, ഷോർട്ട് റണ്ണിലും ഒരു പ്രൊഡക്ഷൻ ലോ ഉണ്ട്, ലോങ് റണ്ണിലും, അല്ലെങ്കിൽ ഷോർട്ട് റണ്ണിലും ഒരു പ്രൊഡക്ഷൻ തിയറി ഉണ്ട്, ലോങ് റണ്ണിലും ഒരു പ്രൊഡക്ഷൻ തിയറി ഉണ്ട്.
അതിൽ ഷോർട്ട് റണ്ണിലെ പ്രൊഡക്ഷൻ തിയറിക്ക് അറിയപ്പെടുന്ന പേരാണ് ദ ലോ ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദ ഷോർട്ട് റൺ. ഷോർട്ട് റണ്ണിലെ പ്രൊഡക്ഷൻ അറിയപ്പെടുന്ന പേരാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്. ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രോഡക്റ്റ്, അങ്ങനെയും പറയാറുണ്ട്. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രോഡക്റ്റ് ഓർ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻസ്. ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ. അപ്പോൾ ഷോർട്ട് റണ്ണിലെ പ്രൊഡക്ഷൻ തിയറി ഏതാണ്ട് ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്, ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻസ്, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രോഡക്റ്റ്. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രോഡക്റ്റ് ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടും. ഇത് ഷോർട്ട് റണ്ണിലെ പ്രൊഡക്ഷൻ തിയറിയാണ്. ഇനി ലോ ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദ ലോങ് റൺ ഈസ് നോൺ ആസ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. ലോങ് റണ്ണിലെ പ്രൊഡക്ഷൻ തിയറിക്ക് പറയുന്ന പേരാണ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയും. ലോ ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദ ലോങ് റൺ ഈസ് നോൺ ആസ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ആദ്യത്തെ തിയറി പഠിക്കുന്നു, ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രോഡക്റ്റ് ഓർ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ എന്ന് പറയും. ഏത് പീരീഡിലെ തിയറിയാണിത്? ഷോർട്ട് റൺ. ഷോർട്ട് റണ്ണിലെ തിയറിയാണ്. ഷോർട്ട് റണ്ണിലെ പ്രൊഡക്ഷൻ തിയറിയാണ് ഏതെന്ന് പറയുന്നത്? ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് പറയുന്നത് ഓർ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻസ്. ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രോഡക്റ്റ് എന്നൊക്കെ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ തിയറി അറിയപ്പെടും. നോക്ക് എന്താണ് ഇതിൽ പറയുന്നത്. ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ഈസ് വൺ ഓഫ് ദ ഫണ്ടമെന്റൽ ലോസ് ഓഫ് ഇക്കണോമിക്സ്. ഇക്കണോമിക്സിലെ എന്ത് ഫണ്ടമെന്റൽ ലോസിൽ അല്ലെ, മൗലിക നിയമങ്ങളിൽ അല്ലെങ്കിൽ ഇക്കണോമിക്സിലെ ബേസ് ആയിട്ടുള്ള ഇക്കണോമിക്സിന്റെ ബേസ് ആയിട്ടുള്ള നിയമങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഏത്? ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ഇല്ലേ ഈസ് വൺ ഓഫ് ദ ഫണ്ടമെന്റൽ ലോസ് ഓഫ് ഇക്കണോമിക്സ്. ഇനി ദ ലോ എക്സ്പ്ലെയിൻസ്, ഈ ലോ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ദ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ്. ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ആണ്. കാരണം പ്രൊഡക്ഷൻ തിയറി ആണല്ലോ, അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മൾ റിലേഷൻഷിപ്പ് അല്ലേ വരുന്നത്. വെൻ ഇപ്പൊ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണ് വെൻ ഔട്ട്പുട്ട് ഈസ് ഇൻക്രീസ്ഡ് ബൈ പുട്ടിംഗ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് വൺ വേരിയബിൾ ഇൻപുട്ട്. അതാണ് അവിടുത്തെ കണ്ടന്റ്. അപ്പൊ എന്താണ്? ദ ലോ എക്സ്പ്ലെയിൻസ് ദ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ്. ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എപ്പോഴാണ്? വെൻ ദ ഔട്ട്പുട്ട് ഈസ് ഇൻക്രീസ്ഡ് ബൈ, ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കപ്പെടുമ്പോഴുള്ള. എങ്ങനെ? പുട്ടിംഗ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് വൺ വേരിയബിൾ ഇൻപുട്ട്. നമുക്കറിയാം ഇത് ഷോർട്ട് പീരീഡ് ആണ്. ഷോർട്ട് പീരീഡിൽ ഉത്പാദകന് എല്ലാ ഇൻപുട്സിലും ചേഞ്ച് വരുത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രമേ അയാൾക്ക് ചേഞ്ച് വരുത്താൻ പറ്റൂ. ദാറ്റ് മീൻസ് വേരിയബിൾ ഇൻപുട്ട്. അങ്ങനെ അയാൾ എന്ത് ചെയ്യുന്നു? പുട്ടിംഗ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് വൺ വേരിയബിൾ ഇൻപുട്ട്. ഏതെങ്കിലും ഒരു വേരിയബിൾ ഇൻപുട്സ്, സേ ലേബർ. അപ്പോൾ ലേബറിന്റെ എണ്ണം മാത്രം നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി കൂട്ടിക്കൊണ്ടിരുന്നാൽ, കീപ്പിംഗ് ആൾ അതർ ഇൻപുട്സ് കോൺസ്റ്റന്റ്, ബാക്കിയുള്ള ഇൻപുട്സ് അവിടെ എന്താണ്? കോൺസ്റ്റന്റ്. അങ്ങനെ ലേബറിന്റെ എണ്ണം മാത്രം കൂട്ടുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ട് വർദ്ധിക്കുന്നു. ആ വർധനവിന് അങ്ങനെ ആ ഔട്ട്പുട്ടും പിന്നെ അവിടുത്തെ ഇൻപുട്ടും ആ വേരിയബിൾ ഇൻപുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഏതിലൂടെ പ്രതിപാദിക്കുന്നത്? ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷനിലൂടെ പ്രതിപാദിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷനിലൂടെ എന്താണ് പ്രതിപാദിക്കുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് വർദ്ധിപ്പിക്കുന്ന വേരിയബിൾ ഇൻപുട്ടും അതിന്റെ ഫലമായിട്ട് കിട്ടുന്ന ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഏത്? ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ലോ ഓഫ് റിട്ടേൺസ് പ്രതിപാദിക്കുന്നത്. ഓക്കെ. അപ്പോ ലോ ഓഫ് എക്സ്പ്ലെയിൻസ് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് എപ്പോഴുള്ള റിലേഷൻഷിപ്പാണ്? വെൻ ഔട്ട്പുട്ട് ഈസ് ഇൻക്രീസ്ഡ്, ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കപ്പെടുമ്പോൾ. എങ്ങനെയാണ്? പുട്ടിംഗ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് വൺ വേരിയബിൾ ഇൻപുട്ട്. നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിൾ ഇൻപുട്ട് വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ടിൽ വർധന ഉണ്ടാകുന്നു. ആ ഔട്ട്പുട്ടിലുള്ള വർധനവും അങ്ങനെ ചേഞ്ച് വരുത്തുന്ന ഇൻപുട്ടും തമ്മിലുള്ള ബന്ധമാണ് ലോ ഓഫ് വേരിയബിൾ. അപ്പോൾ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ ഓർക്കുക, അത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ തിയറിയാണ്. അവിടെ ഒരു വേരിയബിൾ ഫാക്ടറാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർദ്ധിപ്പിക്കുന്നത്. ബാക്കിയുള്ള ഇൻപുട്സ് അപ്പോൾ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് എ വേരിയബിൾ ഫാക്ടർ ആർ അപ്ലൈഡ് ടു ദ ഫിക്സഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഫിക്സഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫിക്സഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? വെൻ അഡീഷണൽ യൂണിറ്റ്സ് ഓഫ് എ വേരിയബിൾ ഫാക്ടർ ആർ അപ്ലൈഡ്, നമ്മൾ അഡീഷണൽ ആയിട്ട് വേരിയബിൾ ഫാക്ടർ അപ്ലൈ ചെയ്യുന്നു. അഡീഷണൽ യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ ഫാക്ടർ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. എന്തിനോടൊപ്പം? ടു ദ ഫിക്സഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫിക്സഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനോടൊപ്പം നമ്മൾ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യുന്നു? വേരിയബിൾ ഫാക്ടേഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആഫ്റ്റർ എ സർട്ടൻ പോയിന്റ്, ഒരു നിശ്ചിത പോയിന്റ് കഴിയുമ്പോൾ ഈച്ച് സക്സസീവ് യൂണിറ്റ് ഓഫ് വേരിയബിൾ ഫാക്ടർ, അതായത് സക്സസീവ് വേരിയബിൾ ഫാക്ടറിന്റെ സക്സസീവ് യൂണിറ്റ് തുടർച്ചയായിട്ട് നമ്മൾ വർദ്ധിപ്പിക്കുന്ന വേരിയബിൾ ഫാക്ടർ ബ്രിങ്സ് ഫോർത്ത് കൊണ്ടുവരുന്നു. എന്ത് കൊണ്ടുവരുന്നു? ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ടോട്ടൽ പ്രോഡക്റ്റ്. ടോട്ടൽ പ്രോഡക്റ്റിൽ എന്താണ്? ഒരു ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ആണ് കൊണ്ടുവരിക. അപ്പൊ സംഭവം സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു? വേരിയബിൾ ഫാക്ടർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർദ്ധിപ്പിക്കുന്നു. ദാറ്റ് മീൻസ് ലേബേഴ്സിന്റെ എണ്ണം കണ്ടിന്യൂസ് ആയിട്ട് കൂട്ടുന്നു. ബാക്കിയുള്ള ഇൻപുട്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആ കോൺസ്റ്റന്റ് ഫാക്ടേഴ്സിനോടൊപ്പം എന്ന് വെച്ചാൽ നിലവിലുള്ള കോൺസ്റ്റന്റ് ഫാക്ടേഴ്സിനോടൊപ്പം അതിനോടൊപ്പം നമ്മൾ ആരെയാണ് ആഡ് ചെയ്യുന്നത്?
വേരിയബിൾ ഫാക്ടർ മാത്രം ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബാക്കിയുള്ള ഫാക്ടേഴ്സ് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ ലേബേഴ്സിന്റെ എണ്ണം മാത്രം കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തുടക്കത്തിൽ എന്ത് ചെയ്യുന്നു, ഒരു ലെവൽ വരെ എന്താണ്, അതാണ് പറയുന്നത് സർട്ടൻ ലെവൽ അല്ലെ, ഒരു ലെവൽ വരെ ഔട്ട്പുട്ട് വർദ്ധിക്കും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് സ്റ്റാർട്ട്സ് ഡിമിനിഷിങ്. അതിനുശേഷം ഔട്ട്പുട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, കുറയാൻ തുടങ്ങും. ഇനി വേരിയബിൾ ഫാക്ടറിനെ എത്ര തന്നെ വർദ്ധിപ്പിച്ചാലും പിന്നെ പ്രയോജനം ഇല്ല. ഒരു ലെവൽ വരെ ഔട്ട്പുട്ട് വർദ്ധിക്കും, പിന്നീട് ഔട്ട്പുട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, കുറയാൻ തുടങ്ങും. ഇതാണ് ലായുടെ ഈ നിയമത്തിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്, അതിന്റെ എസൻസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്ക്, the law states that when additional units of a variable factor are applied, നമ്മൾ വേരിയബിൾ ഫാക്ടറിന്റെ അഡീഷണൽ യൂണിറ്റ് അപ്ലൈ ചെയ്യുന്നു എന്തിനോടൊപ്പം, ടു ദ ഫിക്സഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, നിലവിലെ ഫിക്സഡ് ഫാക്ടേഴ്സിനോടൊപ്പം ഇതുകൂടി ആഡ് ചെയ്യുന്നു, അഡീഷണൽ ആയിട്ട് വേരിയബിൾ ഫാക്ടർ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്, ആഫ്റ്റർ എ സർട്ടൻ പോയിന്റ്, ഒരു ലെവൽ കഴിയുമ്പോൾ, ഒരു ലെവൽ വരെ ഓക്കെയാണ്, ഒരു ലെവൽ കഴിയുമ്പോൾ ഈച്ച് സക്സസീവ് യൂണിറ്റ് ഓഫ് ദ വേരിയബിൾ ഫാക്ടർ, വീണ്ടും നമ്മൾ വേരിയബിൾ ഫാക്ടർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഈച്ച് സക്സസ്, പിന്നെ ഒരു ലെവൽ കഴിഞ്ഞാൽ വീണ്ടും വേരിയബിൾ ഫാക്ടർ വർദ്ധിപ്പിച്ചാൽ ആ ഓരോ സക്സസീവ് യൂണിറ്റ് ഓഫ് വേരിയബിൾ ഫാക്ടറിൽ നിന്നും വർദ്ധിപ്പിക്കുന്ന ഓരോ വേരിയബിൾ ഫാക്ടറും ബ്രിങ്സ് ഫോർത്ത്, കൊണ്ടുവരുന്നു. എന്താ കൊണ്ടുവരുന്നത്, ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ടോട്ടൽ ഔട്ട്പുട്ട്. ടോട്ടൽ ഔട്ട്പുട്ടിൽ ഒരു ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് എന്ന് വെച്ചാൽ ഇൻപുട്ടിലെ ചേഞ്ചിനനുസരിച്ച്, അല്ലെങ്കിൽ ഇൻപുട്ടിലെ ചേഞ്ചിനേക്കാൾ കുറവായിരിക്കും എവിടെ ഉണ്ടാകുന്ന ചേഞ്ച്, ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ച്. എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ഡിമിനിഷ് ചെയ്യുന്നു, ഇൻപുട്ട് കൂടുന്നു, അതിനനുസരിച്ച് ഏത് വർദ്ധിക്കുന്നില്ല, ഔട്ട്പുട്ട് വർദ്ധിക്കുന്നത്. എപ്പോഴാണ്, ഒരു ലെവൽ കഴിഞ്ഞതിന് ശേഷം. ഒരു ലെവൽ കഴിഞ്ഞതിന് ശേഷം. കാര്യം പിടികിട്ടിയോ? അപ്പോൾ നമ്മൾ എന്താണ്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ, ഇപ്പോൾ സിമെന്റും മണലും നമ്മൾ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ എന്താ, 5 ചട്ടി പിന്നെ മണലിന് 1 ചട്ടി സിമെന്റാണ് കോമ്പിനേഷൻ എന്ന് കരുതുക. അപ്പോൾ ഇവിടെ എന്താണ്, സിമെന്റ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഫാക്ടറാണ്, മണൽ എന്താണ്, ഒരു വേരിയബിൾ ഫാക്ടർ ആണെന്ന് കരുതുക. അപ്പോൾ സിമെന്റിന്റെ അളവ് നമ്മൾ മാറ്റം വരുത്തുന്നില്ല. അപ്പോൾ എന്താണ്, 5 ചട്ടി, അതിന്റെ കോമ്പിനേഷൻ ഫിക്സഡ് പ്രൊപ്പോർഷൻ ഉണ്ട്. അപ്പോൾ 5 ചട്ടി മണലിന് 1 ചട്ടി സിമെന്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ മണലിന്റെ സ്ഥാനത്ത് 5ന്റെ സ്ഥാനത്ത് 1 കൂടി അപ്ലൈ ചെയ്യുന്നു. എന്ന് വെച്ചാൽ മണൽ മാത്രം കൂട്ടുന്നു, സിമെന്റ് കൂട്ടുന്നില്ല. അപ്പോഴെന്താണ്, വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. കൺസ്ട്രക്ഷൻ അതിന്റെ ഫിക്സഡ് പ്രൊപ്പോർഷൻ ഇതാണ്, പക്ഷെ വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യാണ്, 1 യൂണിറ്റ് കൂടി, അല്ലെങ്കിൽ പിന്നെ വേറെ എക്സാമ്പിൾ പറയാം. പിന്നെ ഇപ്പോൾ 1 ചട്ടി സിമെന്റിന് 5 ചട്ടി മണലാണെന്ന് വെച്ചോ, അത് തന്നെ എടുക്കാം, 5 ചട്ടി മണലാണ്. ഇപ്പം നിലവിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, 3 ചട്ടി മണലും 1 ചട്ടി സിമെന്റുമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 ചട്ടി മണലും 1 ചട്ടി സിമെന്റുമാണ് നമ്മൾ നിലവിൽ യൂസ് ചെയ്യുന്നത്. അപ്പോഴെന്താണ്, 1 ചട്ടി മണൽ കൂടി കൊണ്ടുവരുന്നു, അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതിന്റെ ഫിക്സ് പ്രൊപ്പോർഷൻ ഇതാണ്, 1:5 ആണ്. അപ്പോൾ 1 ചട്ടി മണൽ കൂടി അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താണ്, പ്രൊഡക്ഷൻ എന്താണ്, യാതൊന്നും വരില്ല, ഉൽപ്പാദനത്തിൽ നല്ല രീതിയിൽ നമുക്ക് ഉൽപ്പാദനം നടത്താൻ പറ്റും. ഇനി എന്താണ്, വീണ്ടും 1 ചട്ടി മണൽ കൂടി കൊണ്ടുവന്നു, അപ്പോഴും പ്രശ്നമൊന്നുമില്ല, കാരണം ഫിക്സ് പ്രൊപ്പോർഷൻ എന്താണ്, 1:5 ആണ്. വീണ്ടും എന്താണ്, നമ്മൾ 5 കഴിഞ്ഞിട്ട് വീണ്ടും 1 യൂണിറ്റ് 1 ചട്ടി സിമെന്റ് കൂടി 1 ചട്ടി മണൽ കൂടി നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും, ഫിക്സഡ് പ്രൊപ്പോർഷൻ കഴിഞ്ഞ് പോകുന്നു. അപ്പോൾ എന്താണ്, അത് ഔട്ട്പുട്ടിനെ ബാധിക്കും. ഔട്ട്പുട്ടിനെ ബാധിക്കത്തില്ലേ, ഔട്ട്പുട്ടിനെ ബാധിക്കും. കാരണം എന്താണ്, 1:5 ആണ് കെട്ടിടത്തിന്റെ ആ കോമ്പിനേഷൻ എന്ന് പറയുന്നത്, മണലും സിമെന്റും തമ്മിലുള്ള കോമ്പിനേഷൻ 1:5 ആണ്. അവിടെ 5 വരെ എത്തുന്നവരെ കുഴപ്പമില്ല, 5 കഴിഞ്ഞിട്ട് വീണ്ടും എന്താണ്, നമ്മൾ മണലിന്റെ അളവ് മാത്രം കൂട്ടിക്കൊണ്ടിരുന്നാൽ അതാണ് പല പാലങ്ങളും കെട്ടിടങ്ങളൊക്കെ പൊളിഞ്ഞു വീഴത്തില്ലേ, അതുകൊണ്ടാണ്. അവിടെ എന്താണ്, വേരിയബിൾ ഫാക്ടർ മാത്രം, അതായത് ഏതെങ്കിലും ഒരു ഫാക്ടർ മാത്രം കൂട്ടും, ഫിക്സഡ് ഫാക്ടറിൽ മാറ്റം വരുത്തത്തില്ല. അതുപോലെയാണ് ഇപ്പോൾ വേറെ എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ ഒരു മെഷീനറി, ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ നിലവിൽ 20 പേര് വേണമെന്ന് നോക്കിയാൽ, ഒരു മെഷീന് 20 പേര് ഓപ്പറേറ്റ് ചെയ്യാൻ വേണം, അല്ലെങ്കിൽ ഒരു മെഷീൻ്റെ കപ്പാസിറ്റി 20 ലേബേഴ്സാണ്. അപ്പോൾ നിലവിൽ 10 ലേബേഴ്സേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരാളെ കൂടി അധികം കൊണ്ടുവരും, 11 ആകുന്നു, 12 ആകുന്നു, 13 ആകുന്നു, 18 ആകുന്നു, 20 ആകുന്നു. അപ്പോൾ അവിടെ ഒന്നും പ്രശ്നമില്ല, ഔട്ട്പുട്ട് എന്ത് ചെയ്യും, കൂടിക്കൊണ്ടിരിക്കും. കാരണം ലേബേഴ്സിൻ്റെ എണ്ണം മാത്രമേ കൂട്ടുന്നുള്ളൂ, വേരിയബിൾ ഫാക്ടർ മാത്രമേ കൂട്ടുന്നുള്ളൂ, അവിടെയൊക്കെ ഔട്ട്പുട്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഫിക്സഡ് പ്രൊപ്പോർഷൻ ഉണ്ടല്ലോ, 1:20, ഒരു മെഷീൻ 20 പേര്, ആ പ്രൊപ്പോർഷൻ കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യാണ്, നമ്മൾ 2 പേരെ കൂടി നിയമിച്ചു. അപ്പോൾ 22 ആ 2 പേർക്ക് വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോ അവിടെ, ആ 2 പേരിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് എന്തെങ്കിലും കിട്ടുമോ, അവരുടെ മാർജിനൽ പ്രോഡക്റ്റ് എന്ത് ചെയ്യും, കുറവായിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കുന്ന ശമ്പളത്തേക്കാൾ കുറവായിരിക്കും അവരിൽ നിന്ന് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ, അവർക്ക് കൊടുക്കുന്ന വേജ് റേറ്റിനേക്കാൾ കുറവായിരിക്കും അവരിൽ നിന്ന് കിട്ടുന്ന കാര്യം, അവർക്ക് വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇല്ല, അതാണ് കാരണം. മനസ്സിലായി, വർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടും എപ്പോഴാണ്, ആ മെഷീൻ്റെ കപ്പാസിറ്റി നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ. പക്ഷേ ഷോർട്ട് പീരീഡ് ആയതുകൊണ്ട് ആ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തില്ല, അത് ഫിക്സഡ് ആയിട്ട് വയ്ക്കാനേ പറ്റത്തുള്ളൂ. ഇതാണ് ഇതിൻ്റെ നിയമത്തിൽ പറയുന്നത്. ഒരു ലെവൽ വരെ ഔട്ട്പുട്ട് വർദ്ധിക്കും, ശരിയാണ്, പക്ഷേ അതിനുശേഷം ഔട്ട്പുട്ട് എന്ത് ചെയ്യും, കുറയും. ഇതാണ് ഈ നിയമത്തിൽ പറയുന്നത്. ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. ഇനി നിയമത്തിന്റെ അസംഷൻസ് ആണ്. നോക്ക്, ഓൺലി 1 വേരിയബിൾ ഫാക്ടർ, അതേഴ്സ് ആർ ഫിക്സഡ്. നമ്മൾ പറഞ്ഞു ഇവിടെ ഒരേ ഒരു വേരിയബിൾ ഫാക്ടറാണ് ഈ നിയമത്തിൽ പറയുന്നത്, വേണമെങ്കിൽ ലേബർ എന്ന് പറയാം, ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഫിക്സഡ് ആയിരിക്കും. ദ ടെക്നോളജി റിമെയിൻസ് കോൺസ്റ്റന്റ്, ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നു സാങ്കേതിക വിദ്യ കോൺസ്റ്റന്റ്, ഉൽപ്പാദനത്തിലുടനീളം ടെക്നോളജിയിൽ മാറ്റമില്ല, അത് കോൺസ്റ്റന്റ് ആണ്. കാരണം ടെക്നോളജി കോൺസ്റ്റന്റ് എന്ന് അസ്യൂം ചെയ്തില്ലെങ്കിൽ പ്രൊഡക്ഷനെ അത് അഫക്റ്റ് ചെയ്യും, പ്രൊഡക്ഷനിൽ വ്യത്യാസം വരും. നമ്മൾ പറയും പോലെ തിയറി പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. 3 യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ ഫാക്ടർ ആർ ഐഡന്റിക്കൽ ഷോർട്ട് റൺ, അല്ലെ, ഐഡന്റിക്കൽ ഇൻ ദ ഷോർട്ട് റൺ. അപ്പൊ നോക്ക്,
യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ ഫാക്ടർ ആർ ഐഡന്റിക്കൽ ഇൻ ദ ഷോർട്ട് റൺ. ഷോർട്ട് റണ്ണിൽ എന്ത് വേരിയബിൾ ഫാക്ടർ എന്ന യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ ഫാക്ടർ ആർ ഐഡന്റിക്കൽ അല്ലെ, ഐഡന്റിക്കൽ ഇൻ ദ ഷോർട്ട് റൺ. ഷോർട്ട് റണ്ണിൽ എന്താണ് ഇത്? ഐഡന്റിക്കൽ ആണ്. ഐഡന്റിക്കൽ എന്ന് വെച്ചാൽ വേരിയബിൾ ഫാക്ടേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി സെയിം ആണ്, ലേബേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി സെയിം ആണ് എന്ന് വെച്ചാൽ ഉത്പാദനക്ഷമതയിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. വേരിയബിൾ ഫാക്ടർ ഐഡന്റിക്കൽ ആണ്. കാര്യം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന അതേ ലേബേഴ്സിനെ തന്നെയാണ് അടുത്ത വീണ്ടും ഉപയോഗിക്കുന്നത്. അതേ ലേബേഴ്സ് എന്ന് വെച്ചാൽ അതേ പ്രൊഡക്ടിവിറ്റിയുള്ള അതേ കഴിവുള്ള ലേബേഴ്സിനെയാണ് വീണ്ടും ഉപയോഗിക്കുന്നത്. കാര്യം പ്രൊഡക്ടിവിറ്റി വ്യത്യാസം വന്നാലും പ്രൊഡക്ഷനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നു വേരിയബിൾ ഫാക്ടറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഐഡന്റിക്കൽ ആണ്. ഒരേ പ്രൊഡക്ടിവിറ്റി ഉള്ള ലേബേഴ്സിനെയാണ് നമ്മൾ ഉൽപാദനത്തിലുടനീളം നമ്മൾ ഉപയോഗിക്കുന്നത്. എവിടെ? ഇൻ ദ ഷോർട്ട് റൺ, ഷോർട്ട് പീരീഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾ ഫാക്ടർ എന്തായിരിക്കും? ഐഡന്റിക്കൽ ആയിരിക്കും. അവരുടെ പ്രൊഡക്ടിവിറ്റി ഹോമോജീനിയസ് ആയിരിക്കും. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട അസംഷൻസ് എന്ന് പറയുന്നത്. ഏതിന്റെ അസംഷൻസ് ആണ്? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷന്റെ അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസിന്റെ അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രോഡക്റ്റിന്റെ അസംഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ നിയമത്തിലോട്ട് വരികയാണ്. അതിന്റെ സ്റ്റേജ് 1, ഇതിന് 3 സ്റ്റേജസ് ആണ് ഉള്ളത്. ഈ നിയമത്തിന് എത്ര സ്റ്റേജസ് ഉണ്ട്? 3 സ്റ്റേജസ് ഉണ്ട്. അതിന്റെ ഗ്രാഫാണ് ഇതാ ഇവിടെ വരച്ചിരിക്കുന്ന. കണ്ടോ? ഗ്രാഫ് കണ്ടോ? ഇതാണ് ഈ തിയറിയുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇവിടെ നോക്ക്, ടി പി ടോട്ടൽ പ്രോഡക്റ്റ്, ടി പി കർവ് റെപ്രസെന്റ്സ് ടോട്ടൽ പ്രോഡക്റ്റ്, എ പി കർവ് റെപ്രസെന്റ്സ് ആവറേജ് പ്രോഡക്റ്റ്, എം പി കർവ് ഇവിടെ എം പി മാർക്ക് ചെയ്തിട്ടുണ്ട്. എം പി കർവ് റെപ്രസെന്റ്സ് മാർജിനൽ പ്രോഡക്റ്റ്. ഇങ്ങനെ 3 കർവ്, കാരണം 3 ഔട്ട്പുട്ടിന്റെ 3 കോൺസെപ്റ്റുകളല്ലേ, അതുകൊണ്ടാണ് ഈ 3 വരച്ചിരിക്കുന്നത്. എക്സ് ആക്സിൽ യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ ഫാക്ടർ, എക്സ് ആക്സിൽ നമ്മൾ യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ ഫാക്ടർ ആണ്. അതായത് നമ്മൾ വേരിയബിൾ ഫാക്ടർ ഇവിടെ നിന്ന് 0 ഇങ്ങനെ കൂട്ടി വരികയാണ്. ഇവിടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ടി പി, എ പി, എം പി ഔട്ട്പുട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. നോക്കാം. അപ്പോൾ ഈ തിയറിക്ക് എത്ര സ്റ്റേജസ് ഉണ്ട്? 3 സ്റ്റേജസ് ആണ് ഉള്ളത്. ആ സ്റ്റേജസ് ഈ ഗ്രാഫ് വഴി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നോക്കുക, അണ്ടർ സ്റ്റേജ് 1, ഫസ്റ്റ് സ്റ്റേജ് 1ൽ ഈ ഗ്രാഫ് അനുസരിച്ച് ഇവിടെയാണ് ഈ സ്റ്റേജ് 1 എന്ന് പറയുന്നത്. എ ബി എന്ന ലൈൻ കണ്ടല്ലോ, എ ബി എന്ന സ്ട്രെയിറ്റ് ലൈൻ കണ്ടല്ലോ. ഇതിനകത്താണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതിനകത്താണ് ഫസ്റ്റ് സ്റ്റേജ് വരിക. ഓക്കെ. അപ്പോൾ അണ്ടർ സ്റ്റേജ് 1, സ്റ്റേജ് 1ൽ ദ ടി പി ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിംഗ് റേറ്റ്. ടി പി ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിംഗ്. ഓർക്കുക, ഫസ്റ്റ് സ്റ്റേജിൽ പ്രശ്നമൊന്നുമില്ല. ടി പി ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിംഗ് റേറ്റ്. ടി പി വർദ്ധിച്ച നിരക്കിൽ വർദ്ധിക്കുന്നു. ആൻഡ് എം പി ആൾസോ ഇൻക്രീസസ്. എം പിയും വർദ്ധിക്കുന്നു. ഇവിടെ എ പി ആൾസോ ഇൻക്രീസ് നമുക്ക് പറയാം. എ പിയും വർദ്ധിക്കുന്നു. കാരണം എം പിയും ടി പിക്കും ആണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. എ പി നമ്മൾ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. എ പിയും വർദ്ധിക്കുന്നു ഫസ്റ്റ് സ്റ്റേജിൽ. അപ്പോൾ അണ്ടർ സ്റ്റേജ് 1 ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസ് അറ്റ് ആൻ ഇൻക്രീസിംഗ് റേറ്റ്. ടോട്ടൽ പ്രോഡക്റ്റ് വർദ്ധിച്ച നിരക്കിൽ വർദ്ധിക്കുന്നു. ആൻഡ് ദ എം പി ആൾസോ ഇൻക്രീസ്. എം പിയും വർദ്ധിക്കുന്നു. അതിന് കാരണം എന്താണ്? നമ്മൾ വേരിയബിൾ ഫാക്ടർ അങ്ങോട്ട് വർദ്ധിപ്പിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. നമുക്കൊരു ഓർഡർ കിട്ടി, നമ്മൾ വേരിയബിൾ ഫാക്ടർ മാത്രം വർദ്ധിപ്പിക്കുന്നു, ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. വേരിയബിൾ ഫാക്ടർ വർദ്ധിപ്പിക്കാൻ തുടങ്ങുന്ന സമയമാണ്, സ്റ്റാർട്ടിംഗ് ടൈമാണ്, ലേബേഴ്സിന്റെ എണ്ണം കൂട്ടുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസ് അറ്റ് ആൻ ഇൻക്രീസിംഗ് റേറ്റ് ആൻഡ് ദ എം പി ആൾസോ ഇൻക്രീസസ്. This stage is also called stage of increasing returns. അതുകൊണ്ട് നമുക്ക് ഈ സ്റ്റേജ് എന്തെന്ന് വിളിക്കാം? This stage is called stage of increasing returns. കാരണം ടി പി ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിംഗ് റേറ്റ്. മാത്രമല്ല എം പി വർദ്ധിക്കുന്നു, അതുപോലെ എ പിയും വർദ്ധിക്കുന്നു. മനസ്സിലായല്ലോ? ഇനി സ്റ്റേജ് 2. എന്താണ് സ്റ്റേജ് 2ന്റെ പ്രത്യേകത? ഹിയർ ദ ടി പി ഇൻക്രീസ് അറ്റ് എ ഡിമിനിഷിംഗ് റേറ്റ്. സെക്കൻഡ് സ്റ്റേജിന്റെ പ്രത്യേകത ടി പി എങ്ങനെയാണ്? നോക്ക്, ആദ്യം കണ്ടോ, ഫസ്റ്റ് സ്റ്റേജിൽ ടി പി വളരെ സ്റ്റീപ്പായിട്ടാണ് പോകുന്നത്. കണ്ടോ, സ്റ്റീപ്പായിട്ട്. അതിന്റെ അർത്ഥം എന്താണ്? ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിംഗ് റേറ്റ്. ഇനി സെക്കൻഡ് സ്റ്റേജ് ഉണ്ടോ, എ മുതൽ സി വരെയുള്ള, ഇതാണ് സെക്കൻഡ് സ്റ്റേജ്. ഇവിടെയാണ് സെക്കൻഡ് സ്റ്റേജ്. ഈ സ്റ്റേജിൽ വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഫ്ലാറ്റ് ആകുന്നു. ഇങ്ങനെ ഈ സ്റ്റീപ്പ്നെസ് എവിടെയില്ല? സെക്കൻഡ് സ്റ്റേജിലില്ല. കുറച്ചുകൂടി ടി പി കർവ് കുറച്ചുകൂടി ഒന്ന് ഫ്ലാറ്റ് ആകുന്നു. മുകളിലേക്ക് തന്നെ പോകുന്നത്, പക്ഷേ കുറച്ചുകൂടി ഫ്ലാറ്റ് ആകുന്നു. എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റേജിലെ പോലെ ഇൻക്രീസിംഗ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഇൻക്രീസിംഗ് റേറ്റിലല്ല, സെക്കൻഡ് സ്റ്റേജിൽ ടി പി ഇൻക്രീസ് ചെയ്യുന്നു, ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ഹിയർ ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസസ് അറ്റ് എ ഡിമിനിഷിംഗ് റേറ്റ്. ഇവിടെ ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു. എങ്ങനെയാണ്? അറ്റ് എ ഡിമിനിഷിംഗ് റേറ്റ്. ഡിമിനിഷ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ എങ്ങനെയാണ്? ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിംഗ് റേറ്റ്. കാരണം അവിടെ എം പി എ പി ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഈ സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്താണ്? വീണ്ടും നമ്മൾ എന്താണ്? ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ടോട്ടൽ പ്രോഡക്റ്റ് വലിയ തോതിൽ നമുക്ക് ലഭിച്ചു. അപ്പോൾ വീണ്ടും പ്രൊഡ്യൂസർ എന്ത് ചെയ്യും? വേരിയബിൾ ഫാക്ടറിന്റെ എണ്ണം മാത്രം വീണ്ടും കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യും. അങ്ങനെ സെക്കൻഡ് സ്റ്റേജിൽ വെച്ചിട്ട് ടി പി വർദ്ധിക്കും. പക്ഷെ എങ്ങനെയാണ്? ഡിമിനിഷിംഗ് റേറ്റിലാണ്. ടി പി വർദ്ധിക്കുന്ന നിരക്ക് കുറയുന്നു. വർധനവിന്റെ നിരക്ക് എന്ത് ചെയ്യുന്നു? കുറയുന്നു. എം പി ഡിക്രീസസ്. ഇവിടെ എന്ത് ചെയ്യുന്നു? അവിടെ നോക്ക്, സെക്കൻഡ് സ്റ്റേജിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എം പി ഡിക്രീസസ്. എം പി ഡിക്രീസസ് ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് വേരിയബിൾസ്. അതായത് വേരിയബിൾസിന്റെ അല്ലെങ്കിൽ വേരിയബിൾ ഫാക്ടേഴ്സിന്റെ യൂണിറ്റ് വർദ്ധിപ്പിക്കുന്നതിന്റെ ഫലമായിട്ട് ഇവിടെ ഇനി എന്ത് ചെയ്യുന്നു? സെക്കൻഡ് സ്റ്റേജിൽ വരുമ്പോൾ എം പിയിൽ വ്യത്യാസം വരുന്നു. എം പി സ്റ്റാർട്ട്സ് ടു ഡിക്ലൈൻ. എം പി കുറയാൻ തുടങ്ങുന്നു. എം പി കുറയാൻ തുടങ്ങുന്നത് കൊണ്ടാണ്
ടോട്ടൽ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എങ്കിലും അതിൻ്റെ റേറ്റ് എന്തായി മാറുന്നത്, ഡിമിനിഷിങ് റിട്ടേൺസ് ആയിട്ട് മാറുന്നത്, ഡിമിനിഷിങ് റേറ്റിലായിട്ട് മാറുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ എം പി എന്ത് ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. കാരണം വേരിയബിൾ ഫാക്ടർ വീണ്ടും നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു, നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യുകയാണ് വേരിയബിൾ ഫാക്ടർ. അപ്പോൾ എന്ത് ചെയ്യുന്നു, മാർജിനൽ പ്രോഡക്റ്റിൽ വ്യത്യാസം വന്നു, മാർജിനൽ പ്രോഡക്റ്റ് സ്റ്റാർട്ട്സ് ടു ഡിമിനിഷ്. Therefore, TP increases. TP increase ചെയ്യുന്നു, ബട്ട് അറ്റ് എ ഡിമിനിഷിംഗ് റേറ്റ്. ഏത് റേറ്റിലാണ്, ഡിമിനിഷിംഗ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് ദിസ് സ്റ്റേജ് ഈസ് കാൾഡ് സ്റ്റേജ് ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്. അതുകൊണ്ട് നമുക്ക് ഈ സ്റ്റേജിനെ എന്തെന്ന് വിളിക്കാം, സ്റ്റേജ് ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്, അല്ലെങ്കിൽ ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു എ ഫാക്ടർ എന്ന് വിളിക്കാം. ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു എ ഫാക്ടർ എന്ന് ഫസ്റ്റ് സ്റ്റേജിനെ വിളിക്കാം. സെക്കൻഡ് സ്റ്റേജിന് എന്താണ്, ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു എ ഫാക്ടർ. കാരണം ഒരു ഫാക്ടർ അല്ലേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു എ ഫാക്ടർ അല്ലെങ്കിൽ ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് പറയാം. അപ്പോൾ ദിസ് സ്റ്റേജ് ഈസ് കാൾഡ് സ്റ്റേജ് ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്. ഈ സ്റ്റേജ് നമുക്ക് സ്റ്റേജ് ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് പറയാം. അടുത്ത സ്റ്റേജ് 3 നോക്ക്. ഹിയർ ടോട്ടൽ പ്രോഡക്റ്റ് സ്റ്റാർട്ട്സ് ഡിക്ലൈനിങ്. ഇവിടെ എന്ത് ചെയ്യുന്നു, തേർഡ് സ്റ്റേജ്. അപ്പോൾ വീണ്ടും അയാൾ നിർത്തുന്നില്ല, ഉൽപാദകൻ വീണ്ടും വേരിയബിൾ ഫാക്ടറിന്റെ എണ്ണം കൂട്ടുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, then he enters into the third stage. അങ്ങനെ അയാൾ എന്തിലേക്ക് എൻ്റർ ചെയ്യുന്നു, തേർഡ് സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നോക്ക്, ഹിയർ തേർഡ് സ്റ്റേജിൽ ടി പി സ്റ്റാർട്ട്സ് ഡിക്ലൈനിങ്. കണ്ടോ, ഈ സി കഴിഞ്ഞിട്ട് ടി പി ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും. കണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ ബട്ട് സ്റ്റേസ് പോസിറ്റീവ്. പക്ഷേ ഇത് കുറയുന്നെങ്കിലും എന്താണ്, പോസിറ്റീവാണ് അല്ലേ, പോസിറ്റീവാണ്, കുറയുന്നുണ്ട് എങ്കിലും പോസിറ്റീവാണ്. വൈൽ അതേസമയം എം പി ഡിക്രീസ് ആൻഡ് ബിക്കംസ് നെഗറ്റീവ്. അപ്പൊ ടി പി കുറഞ്ഞു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ടി പി കുറയുമ്പോൾ എം പി എന്താണ്, എം പിയും ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ആൾറെഡി എം പി ഡിക്രീസ് ചെയ്തു, നമ്മൾ പറഞ്ഞു ആൾറെഡി എം പി ഡിക്രീസ് ചെയ്തു. അതിപ്പോൾ കണ്ടോ, ടി പി കുറഞ്ഞപ്പോൾ അതെന്ത് ചെയ്തു, എക്സ് ആക്സ് കട്ട് ചെയ്ത് താഴേക്ക് വന്നു. കണ്ടോ, എക്സ് ആക്സ് കട്ട് ചെയ്ത് താഴേക്ക് പോയി. ദാറ്റ് ഈസ് എം പി ബിക്കംസ് നെഗറ്റീവ്. എം പി എന്തായി മാറി, നെഗറ്റീവായിട്ട് മാറി. അപ്പോൾ ടി പി കുറയുമ്പോൾ എം പി എന്തായി മാറി, നെഗറ്റീവായി മാറി. ഇതാണ് തേർഡ് സ്റ്റേജിന്റെ പ്രത്യേകത. നമ്മൾ പറഞ്ഞില്ലേ, ഒരു സ്റ്റേജ് വരെ ഔട്ട്പുട്ട് വർദ്ധിക്കും, പിന്നെ എന്താണത്, ഡിമിനിഷ് ചെയ്യാൻ തുടങ്ങുമെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ. ഇതാണ് കാരണം വീണ്ടും വേരിയബിൾ ഫാക്ടർ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാൽ ആ ഫിക്സഡ് പ്രൊപ്പോർഷനിൽ ഇൻപുട്ടുകൾ തമ്മിലുള്ള പ്രൊപ്പോർഷൻ ഉണ്ട്, ആ പ്രൊപ്പോർഷനിൽ വേരിയേഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന പേര് വന്നത്. വേരിയബിൾ പ്രൊപ്പോർഷൻ അല്ലേ, ആ വേരിയേഷൻ ഉണ്ട്. നമ്മൾ പറഞ്ഞു സിമെന്റും 5 ചട്ടി പിന്നെ മണലിന് 1 ചട്ടി സിമെന്റ് ഒരു ഫിക്സഡ് പ്രൊപ്പോർഷൻ ആണ്. അത് 1 ചട്ടി മണൽ കൂടി എക്സ്ട്രാ വന്നാൽ ആ പ്രൊപ്പോർഷനിൽ വേരിയേഷൻ വരും. അതാണ് വേരിയബിൾ പ്രൊപ്പോർഷൻ. അത് ഔട്ട്പുട്ടിനെ ബാധിക്കും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഒരു ലെവൽ വരെ കണ്ടോ, ഇവിടെ സി വരെ ഔട്ട്പുട്ട് വർദ്ധിച്ചു, അതിനുശേഷം എന്ത് ചെയ്യാൻ തുടങ്ങി, കുറയാൻ തുടങ്ങി. ഇതാണ് അപ്പോൾ തേർഡ് സ്റ്റേജ്. അപ്പോൾ എന്തായിരിക്കും, ദ തേർഡ് സ്റ്റേജ് ഈസ് കാൾഡ് സ്റ്റേജ് ഓഫ് നെഗറ്റീവ് റിട്ടേൺസ്. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, സ്റ്റേജ് ഓഫ് നെഗറ്റീവ് റിട്ടേൺസ് എന്നറിയപ്പെടും. സ്റ്റേജ് ഓഫ് നെഗറ്റീവ് റിട്ടേൺസ്, കാരണം ഇവിടെ എം പി എന്തായി മാറി, നെഗറ്റീവായി തീർന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസിന്റെ 3 സ്റ്റേജസ് ഏതൊക്കെയാണ്, ഇൻക്രീസിംഗ് റിട്ടേൺസ്, ഡിമിനിഷിംഗ് റിട്ടേൺസ്, നെഗറ്റീവ് റിട്ടേൺസ്. ഇൻക്രീസിംഗ് റിട്ടേൺസ് എന്ന് പറയാൻ കാരണം എന്താണ്, ഇവിടെ ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിംഗ് റേറ്റ്. എം പി ആൻഡ് എ പി ആൾസോ ഇൻക്രീസസ് ഇൻ ദിസ് സ്റ്റേജ്. ഇൻ ദ സെക്കൻഡ് സ്റ്റേജ് വെൻ വേരിയബിൾ ഫാക്ടർ എംപ്ലോയ്സ് കണ്ടിന്യൂസ്ലി, വേരിയബിൾ ഫാക്ടർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ സക്സീവ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസസ് ബട്ട് അറ്റ് എ ഡിമിനിഷിംഗ് റേറ്റ് ഇൻ ദ സെക്കൻഡ് സ്റ്റേജ്. ഇൻ ദി സ്റ്റേജ് എം പി സ്റ്റാർട്ട്സ് ടു ഡിക്ലൈൻ. എം പി എന്ത് ചെയ്യാൻ തുടങ്ങുന്നു, കുറയാൻ തുടങ്ങുന്നു. ഇനി ഇൻ ദ തേർഡ് സ്റ്റേജ് ടി പി ഡിമിനിഷസ്, ദെൻ എം പി ബിക്കംസ് നെഗറ്റീവ്. കാരണം എക്സ് ആക്സ് കട്ട് ചെയ്ത് താഴേക്ക് പോകുന്നു. അവിടെ കണ്ടോ, ടി പി കുറയുമ്പോൾ എം പി എന്ത് ചെയ്തു, നേരെ താഴെ എം പി എന്ത് ചെയ്തു, എക്സ് ആക്സ് കട്ട് ചെയ്ത് താഴേക്ക് പോയി. ദാറ്റ് മീൻസ് എം പി ബിക്കംസ് നെഗറ്റീവ് അല്ലേ. ദിസ് സ്റ്റേജ് ഈസ് കാൾഡ് നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടർ ഓർ നെഗറ്റീവ് റിട്ടേൺസ്. ഇതിന് നമ്മൾ നെഗറ്റീവ് റിട്ടേൺസ് എന്നാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, വെൻ ടി പി റീച്ചസ് ഇറ്റ്സ് മാക്സിമം. ടി പി അതിന്റെ മാക്സിമത്തിൽ എത്തുമ്പോൾ, ആ ഗ്രാഫ് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്. ടി പി കണ്ടോ, ടി പി ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ വന്നതാ, ഇതാണ് എൻ്റെ മാക്സിമം എന്ന് പറയുന്നത്. സി ആണ് ടി പിയുടെ മാക്സിമം. വെൻ ടി പി റീച്ചസ് ഇറ്റ്സ് മാക്സിമം, നേരെ താഴെ നോക്ക്, എം പിക്ക് എന്ത് സംഭവിച്ചു, എം പി കർവ് വന്ന് ഏതിനെ ടച്ച് ചെയ്തു, കണ്ടോ, നേരെ താഴെ എം പി എക്സ് ആക്സിനെ ടച്ച് ചെയ്തു. ദാറ്റ് മീൻസ് എം പി ഈക്വൽ ടു 0. എം പി ബിക്കം 0. എം പി എന്തായി തീർന്നു, 0 ആയി തീർന്നു. അപ്പോൾ വെൻ ടി പി റീച്ചസ് ഇറ്റ്സ് മാക്സിമം, ടി പി അതിന്റെ പരമാവധിയിലെത്തിയപ്പോൾ എം പി എന്തായി തീർന്നു, 0 ആയി തീർന്നു. എം പി എന്തായുടെ 0. അപ്പൊ തിരിച്ചും ചോദിക്കാം, വെൻ എം പി ബിക്കം 0, ടി പി റീച്ചസ് ഇറ്റ്സ് മാക്സിമം. അല്ലെങ്കിൽ വെൻ ടോട്ടൽ പ്രോഡക്റ്റ് റീച്ചസ് ഇറ്റ്സ് മാക്സിമം, മാർജിനൽ പ്രോഡക്റ്റ് 0. കാരണം അഡീഷൻ അല്ലേ, ടോട്ടൽ പ്രോഡക്റ്റിലുള്ള അഡീഷൻ അല്ലേ മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ടി പി മാക്സിമത്തിൽ നിൽക്കുമ്പോൾ പിന്നെ അഡീഷൻ ഉണ്ടോ? ടി പി ഇപ്പോൾ മാക്സിമത്തിലാണ്, പിന്നെ അതിനകത്ത് അഡീഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് അവിടെ എന്തായിരിക്കും, 0 ആയിരിക്കും. മാർജിനൽ പ്രോഡക്റ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും ടി പിയുടെ മാക്സിമത്തിൽ. ഇപ്പൊ ഇങ്ങനെ പറയാം, വെൻ ടി പി ഡിമിനിഷസ്, എം പി ബിക്കംസ്, പറഞ്ഞേ, വെൻ ടി പി ഡിമിനിഷസ്,
അല്ലെങ്കിൽ വെൻ ടി പി ഡിക്രീസസ് എം പി ബിക്കംസ് നെഗറ്റീവ് അല്ലേ. വെൻ ടി പി ഡിമിനിഷസ്, ടി പി ഡിമിനിഷ് ചെയ്യുമ്പോൾ എം പി എന്തായി തീർന്നു? നെഗറ്റീവ് ആയി തീർന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, വെൻ എം പി ബിക്കംസ് നെഗറ്റീവ് ടി പി ഡിക്രീസസ്. എം പി നെഗറ്റീവ് ആകുമ്പോൾ ടി പി എന്ത് ചെയ്യും? കുറയുന്നു. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാം. ഓക്കെ, അതിനെ മറ്റു രീതിയിലാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ, അതിൻ്റെ അതേ സെയിം ഗ്രാഫാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്. ഓക്കെ, ഇനി നോക്ക്, കഴിഞ്ഞ വർഷം ഇതിൽ നിന്ന് ഈ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളവരെ അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലായി കാണും. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ നോക്ക്. ദ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ദ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ റെപ്രസെന്റ്സ് എ ട്രാൻസിഷൻ പോയിന്റ്. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ട്രാൻസിഷൻ പോയിന്റ് ആണ്, ഒരു മാറ്റം ഉണ്ടാകുന്ന പോയിന്റ് ആണ്. ഇൻ പ്രൊഡക്ഷൻ, എവിടെയാണ്? പ്രൊഡക്ഷനിൽ. വെയർ, ആ മാറ്റത്തിന്റെ പ്രത്യേകത എന്താണ്? ടോട്ടൽ പ്രോഡക്റ്റ് സ്റ്റോപ്സ് ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ് ആൻഡ് സ്റ്റാർട്ട്സ് ഇൻക്രീസിങ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. അതാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലേഷൻ. അപ്പോൾ പോയിന്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ, ഇൻഫ്ലേഷൻ അല്ല, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ടേണിംഗ് പോയിന്റ് ആണ്, ഒരു ട്രാൻസിഷൻ പോയിന്റ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സ്റ്റേജിൽ ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ടോട്ടൽ പ്രോഡക്റ്റ് എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? ഇൻക്രീസസ് ബട്ട് അറ്റ് എ ഡിമിനിഷിംഗ് റേറ്റ്. അപ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസ് അറ്റ് ആൻ ഇൻക്രീസിംഗ് റേറ്റ്, അതായത് ഇൻക്രീസിംഗ് റേറ്റിൽ ഇൻക്രീസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഒരു പോയിന്റ്, ഒരു ലെവൽ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അത് ഡിമിനിഷിംഗ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുന്നു. ഡിമിനിഷിംഗ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ആ ഇൻക്രീസിംഗ് റേറ്റിൽ ഇൻക്രീസ് ചെയ്ത അവസാനിക്കുന്ന പോയിന്റ് അല്ലെങ്കിൽ ഡിമിനിഷിംഗ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യാൻ ആരംഭിക്കുന്ന പോയിന്റിനെ പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. എന്ന് വെച്ചാൽ ടോട്ടൽ പ്രോഡക്റ്റിൽ ഒരു ട്രാൻസിഷൻ നടക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇൻക്രീസിംഗ് റേറ്റിൽ ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു ആ ഒരു പോയിന്റ് വരെ. ആ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ബട്ട് അറ്റ് എ ഡിമിനിഷിംഗ് റേറ്റ്. ആ ട്രാൻസിഷൻ പോയിന്റിനെ പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയും. ഇവിടെ നോക്ക്, കണ്ടോ എം പിയുടെ മാക്സിമം. അപ്പോൾ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അവിടെ. ഈ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനിൽ മാർജിനൽ പ്രോഡക്റ്റ് വിൽ ബി ഇറ്റ്സ് മാക്സിമം. മാർജിനൽ പ്രോഡക്റ്റ് അതിന്റെ മാക്സിമത്തിലായിരിക്കും. അതും കൂടി ഓർത്തോണം. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനിൽ മാർജിനൽ പ്രോഡക്റ്റ് എന്തായിരിക്കും? വിൽ ബി ഇറ്റ്സ് മാക്സിമം. അതിന്റെ മാക്സിമത്തിലായിരിക്കും. മാർജിനൽ പ്രോഡക്റ്റ് വിൽ ബി ഇറ്റ്സ് മാക്സിമം. അതിന്റെ മാക്സിമത്തിലായിരിക്കും പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനിൽ. കണ്ടോ, എം പി എൻ്റെ മാക്സിമത്തിൽ നിൽക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു സ്റ്റൈലിൽ നമ്മൾ ടോട്ടൽ പ്രോഡക്റ്റിലേക്ക് ടി പി കർവിലേക്ക് വരച്ചു. ടി പി കർവിലേക്ക് വരച്ചു. അപ്പോൾ ഈ എന്നൊരു പോയിന്റ് കിട്ടിയുണ്ടല്ലോ. ഈ പോയിന്റിനെ പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയും. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആ ഈ ആണ്. അപ്പോൾ ഒരു സംശയം വരുന്നത് ഫസ്റ്റ് സ്റ്റേജിലല്ലേ നമ്മൾ ഡിക്രീസിംഗ് റേറ്റ്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ സ്റ്റേജ് പറയുന്നത് ഇങ്ങനെ രണ്ടായിട്ട് പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ ഫസ്റ്റ് സ്റ്റേജിന്റെ അവസാനം ആണിത് സംഭവിക്കുന്നത് കേട്ടോ. ഈ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ വരുന്നത് എവിടെയാണ്? ഫസ്റ്റ് സ്റ്റേജിന്റെ അവസാനത്തിലാണ് സംഭവിക്കുന്നത്. നമ്മൾ സെക്കൻഡ് സ്റ്റേജിലാണ് ഡിമിനിഷിംഗ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നത് പറയുന്നെങ്കിലും ഫസ്റ്റ് സ്റ്റേജിന്റെ അവസാനം ആണിത് സംഭവിക്കുന്നത്. അപ്പോൾ പോയിന്റ് ഓഫ് അവിടെയാണ് എം പി അതിന്റെ മാക്സിമത്തിലാകുന്നത്. എം പി എന്ത് ചെയ്യുന്നു? അതിന്റെ മാക്സിമത്തിൽ. അപ്പോൾ എം പി മാക്സിമത്തിലാകുമ്പോഴാണ് ആ ഒരു പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. അതായത് എം പി മാക്സിമത്തിൽ നിൽക്കുമ്പോൾ ആണ് അത് എന്ത് ചെയ്ത് ആ മാക്സിമം പോയിന്റിലാണ് ഇൻക്രീസിംഗ് റേറ്റിൽ ഇൻക്രീസ് ചെയ്തു വന്ന് നിൽക്കുന്നത്. അതിനുശേഷം എം പി എന്താണ്? മാക്സിമം കഴിഞ്ഞിട്ട് എം പി കുറയുകയല്ലേ? എം പി കുറയാൻ തുടങ്ങുമ്പോൾ അതെന്തായി മാറും? ടി പി ഇൻക്രീസ് അറ്റ് എ ഡിമിനിഷിംഗ് റേറ്റ്. ടി പി ഡിക്രീസിംഗ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് ആ ട്രാൻസിഷൻ പോയിന്റിനെ പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. അവിടെ എം പി എന്തായിരിക്കും? അതിൻ്റെ മാക്സിമത്തിൽ ആയിരിക്കും. അത് ഫസ്റ്റ് സ്റ്റേജിന്റെ അവസാനത്തിലാണ് സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷന് ശേഷമാണ് എന്ത് വരുന്നത്? സെക്കൻഡ് സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അതുകൂടി ഓർത്തിരിക്കണം. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷന് ശേഷം നമ്മൾ എന്തിലേക്ക് എൻ്റർ ചെയ്യും? സെക്കൻഡ് സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യും. മനസ്സിലായല്ലോ? സെക്കൻഡ് സ്റ്റേജിലേക്ക് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷന് ശേഷം സെക്കൻഡ് സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യും. അതുകൂടി ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ മനസ്സിലായാലും നോക്ക്. At the point of inflection, the marginal product is at its maximum. Marginal product എന്തായിരിക്കും? അതിന്റെ മാക്സിമത്തിലായിരിക്കും. At the point of inflection, point of inflectionൽ മാർജിനൽ പ്രോഡക്റ്റ് അതിന്റെ മാക്സിമത്തിലായിരിക്കും. മാർജിനൽ പ്രോഡക്റ്റ് എന്താകുന്നു? അതിന്റെ മാക്സിമത്തിൽ ആകുന്നു. ക്ലിയർ ആണല്ലോ? ഇനി at the maximum point of AP curve, ഇനി നോക്ക്. At the maximum point of AP curve, എം പി ആൻഡ് എ പി കർവ്സ് ഇന്റർസെക്ട് വിത്ത് ഈച്ച് അതർ. ഇവിടെ നോക്ക്, എം പിയും എ പിയും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് കണ്ടോ? എം പിയും എ പിയും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ്. ആ പോയിന്റ് പ്രത്യേകത എന്താണ്? അറ്റ് ദ മാക്സിമം പോയിന്റ് ഓഫ് എ പി കർവ് കണ്ടോ? എ പി കർവ് കൂടി ഇവിടെ വരുന്നു.
ഇത് എ പിയുടെ മാക്സിമം ആണ്. അറ്റ് ദ മാക്സിമം പോയിന്റ് ഓഫ് എ പി കർവ് എം പി ആൻഡ് എ പി കർവ്സ് ഇന്റർസെക്ട് വിത്ത് ഈച്ച് അതർ. അല്ലെ, എ പിയുടെ മാക്സിമത്തിൽ വെച്ച് എ പിയും എം പി എന്ത് ചെയ്യുന്നു? കൂട്ടിമുട്ടുന്നു. കണ്ടോ, എം പി കർവ് ഇങ്ങനെ ഉയർന്ന്, എം പിയുടെ മാക്സിമം ഇവിടെയാണ്, എം പി കർവ് ഉയർന്നു വന്ന് എന്ത് ചെയ്യുന്നു? ഏതിനെ? എ പി കർവും എം പി കർവും തമ്മിൽ കൂട്ടിമുട്ടുന്നു. ആ ഇന്റർസെക്ഷൻ പോയിന്റിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് എ പി കർവ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ മാക്സിമം പോയിന്റ് ഓഫ് എ പി കർവ്. അത് എ പിയുടെ മാക്സിമത്തിലാണ്. അപ്പൊ നമുക്ക് അറ്റ് ദ മാക്സിമം പോയിന്റ് ഓഫ് എ പി കർവ്, ദാ എ പി കർവ് ഉണ്ടല്ലോ, ആവറേജ് പ്രോഡക്റ്റ് കർവിന്റെ മാക്സിമം പോയിന്റിൽ എം പി ആൻഡ് എ പി കർവ്സ് ഇന്റർസെക്ട് വിത്ത് ഈച്ച് അതർ. എം പി കർവും എ പി കർവും തമ്മിൽ എന്ത് ചെയ്യുന്നു? കൂട്ടിമുട്ടുന്നു. അത് എം പിയുടെ മാക്സിമം അല്ല, എം പിയുടെ മാക്സിമത്തിലാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ, മറക്കരുത്, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. പക്ഷേ എ പിയുടെ മാക്സിമത്തിൽ വെച്ചിട്ട് എം പി കർവും എ പി കർവും തമ്മിൽ എന്ത് ചെയ്യുന്നു? ഇന്റർസെക്ട് ചെയ്യുന്നു. എം പി കർവും എ പി കർവും തമ്മിൽ കൂട്ടിമുട്ടുന്നു. അവിടെ കണ്ടോ, ഇതാണ് എ പി കർവിന്റെ മാക്സിമം. അത് കഴിഞ്ഞിട്ട് എ പി കർവ് എന്ത് ചെയ്യാണ്? കുറയുകയാണ്, താഴേക്ക് പോവുകയാണ്. ഈ പോയിന്റിൽ വെച്ചിട്ട് എ പി എം പിയും തമ്മിൽ എന്ത് ചെയ്യുന്നു? കൂട്ടിമുട്ടുന്നു. അവിടെ എ പിയുടേത് ഹയസ്റ്റ് പോയിന്റ് ആണ്, മാക്സിമം പോയിന്റ് ആണ്. എം പിയുടെ മാക്സിമം അല്ലേ ആ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ, അത് എ പിയുടെ മാക്സിമം ആണ്. എം പി കർവും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അത് എ പിയുടെ മാക്സിമം ആണ്. അങ്ങനെ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അവിടെ ആരൊക്കെ തുല്യമാണ്? എ പി ഈസ് ഈക്വൽ ടു എം പി. ആവറേജ് പ്രോഡക്റ്റ് മാർജിനൽ പ്രോഡക്റ്റും അവിടെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആവറേജ് പ്രോഡക്റ്റ് മാർജിനൽ പ്രോഡക്റ്റും അവിടെ ഈക്വൽ ആയിരിക്കും ആ ഇന്റർസെക്ഷൻ പോയിന്റിൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയുമാണ് എന്ത്? ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്, അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, അല്ലെങ്കിൽ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ തിയറി എന്ന് പറയുന്നു. ഓക്കെ, ഇനി റീസൺസ് ഫോർ ദ ഓപ്പറേഷൻ ഓഫ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്. റീസൺസ് ഫോർ ദ ഓപ്പറേഷൻ ഓഫ് ലോ ഓഫ് ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഓപ്പറേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, റോങ് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്സ്. ഈ നിയമം, ഈ ഷോർട്ട് റണ്ണിൽ ഈ നിയമം ഉണ്ടാകാൻ കാരണം എന്ത്? നമ്മൾ ഈ പറഞ്ഞത് ഒക്കെ സംഭവിക്കാൻ കാരണം എന്ത്? ഒന്ന്, റോങ് കോമ്പിനേഷൻ. ശരിയല്ലേ? ഇൻപുട്സിന്റെ റോങ് കോമ്പിനേഷൻ മൂലമാണ്, തെറ്റായ കോമ്പിനേഷൻ മൂലമാണ്. കാരണം എന്താണ്? നമ്മൾ വേരിയബിൾ ഫാക്ടർ മാത്രം കണ്ടിന്യൂസ്ലി വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ റോങ് കോമ്പിനേഷൻ അല്ലേ? റോങ് കോമ്പിനേഷൻ മൂലമാണ്. രണ്ട്, സ്കേഴ്സിറ്റി ഓഫ് സർട്ടൺ ഫാക്ടേഴ്സ്. ചില ഫാക്ടേഴ്സിന് സ്കേഴ്സിറ്റി അനുഭവപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഈ പ്രൊഡക്ഷൻ കൂട്ടേണ്ടി വരുമ്പോൾ ചില ഫാക്ടേഴ്സിന് സ്കേഴ്സിറ്റി അനുഭവപ്പെടും, പെട്ടെന്ന് കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വേരിയബിൾ ഫാക്ടർ മാത്രം കൂട്ടേണ്ടി വരും. അപ്പോൾ അതൊരു റീസൺ, സ്കേഴ്സിറ്റി ഓഫ് സർട്ടൺ ഫാക്ടേഴ്സ്. മറ്റൊന്ന്, ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. കാരണം എന്താണ്? നമ്മൾ ഒരു ഫാക്ടറിന് പകരം വേറൊരു ഫാക്ടർ എടുക്കാൻ കാണില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എന്താണ്? ഒരു ഫാക്ടർ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ലേബേഴ്സിന് പകരം ക്യാപിറ്റൽ, മെഷീനറി. ഇപ്പോൾ ലേബേഴ്സിന് പകരം നമുക്ക് മെഷീനറി യൂസ് ചെയ്യാം. പക്ഷേ ഷോർട്ട് പീരീഡിൽ ലേബേഴ്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മെഷീനറി കൊണ്ടുവരാനുള്ള സാവകാശം നമുക്കില്ല, അല്ലെങ്കിൽ അത് അവൈലബിൾ അല്ല. അതാണ് ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂഷൻ പെർഫെക്റ്റ് അല്ല. ഈ ലേബേഴ്സിന് പകരം ക്യാപിറ്റലിന് അവിടെ അവൈലബിൾ അല്ല. അതാണ് ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട റീസൺസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഓപ്പറേറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? റോങ് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്സ്, scarcity of certain factors, അടുത്ത imperfect substitutes. These are the three important reasons for the operation of law of variable proportions. നോട്ട് ചെയ്ത് വെച്ചേക്കണം, പഠിക്കണം. അപ്പോൾ ഇനി നമ്മൾ പോകുന്ന ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പോൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ കംപ്ലീറ്റ്ലി കഴിഞ്ഞു, മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ, ലോങ് റൺ പ്രൊഡക്ഷൻ തിയറിയിലേക്ക് പോവുകയാണ്. ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ നോക്ക്. ഇറ്റ് ഈസ് എ ലോങ് റൺ പ്രൊഡക്ഷൻ തിയറി. നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്, ഇറ്റ് ഈസ് എ ലോങ് റൺ പ്രൊഡക്ഷൻ തിയറി. തിരിഞ്ഞു പോകല്ലേ? ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ, ഇറ്റ് ഈസ് എ ലോങ് റൺ പ്രൊഡക്ഷൻ തിയറി. ഇൻ ദ ലോങ് റൺ ഇറ്റ് ഈസ് പോസിബിൾ ടു വേരി ഓൾ ഇൻപുട്സ്. നമുക്കറിയാം, ഇൻ ദ ലോങ് റൺ ഇറ്റ് ഈസ് പോസിബിൾ ടു വേരി ഓൾ ഇൻപുട്സ്. നമുക്ക് ലോങ് റണ്ണിൽ നമുക്ക് എല്ലാ ഇൻപുട്സിലും വേരിയേഷൻ കൊണ്ടുവരാൻ കഴിയും. ഇൻ ദ ലോങ് റൺ ഇറ്റ് ഈസ് പോസിബിൾ ടു വേരി ഓൾ ഇൻപുട്സ്. നമുക്ക് എല്ലാ ഇൻപുട്സിലും വേരിയേഷൻ കൊണ്ടുവരാൻ എവിടെ പറ്റും? ലോങ് റണ്ണിൽ പറ്റും. മനസ്സിലായില്ലേ? The law of returns to scale explains. എന്താണ് ഈ തിയറി പറയുന്നത്? How, എങ്ങനെയാണ് a simultaneous and proportionate increase in all the inputs affect the total output. അപ്പോൾ ഈ തിയറിയിലൂടെ എന്താ പറയുന്നത്? അപ്പോൾ ഇവിടെ ഷോർട്ട് റൺ പോലെയല്ല, ഒരു ഫാക്ടർ, വേരിയബിൾ ഫാക്ടർ മാത്രമല്ല, all factors are variable. അതുകൊണ്ട് നമുക്ക് പറയാം, how a simultaneous, ഒരേ സമയം, simultaneous means ഒരേ സമയത്ത്, and proportionate increase in all inputs, ഒരേ സമയത്ത് എല്ലാ ഇൻപുട്സിലും ഒരു ആനുപാതിക മാറ്റം വരുത്തുമ്പോൾ അതെങ്ങനെയാണ് ടോട്ടൽ ഔട്ട്പുട്ടിനെ അഫക്ട് ചെയ്യുന്നത്? അപ്പോൾ ലോങ് റണ്ണിൽ നമുക്ക് ആവശ്യം പോലെ സമയമുണ്ട്. വി ക്യാൻ ചേഞ്ച് ഓൾ ദ ലെവൽസ് ഓഫ് ഔട്ട്പുട്ട്. നമുക്ക് എല്ലാ ഔട്ട്പുട്ടിലും എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് വരുത്താൻ പറ്റും. അങ്ങനെ എല്ലാ ഔട്ട്പുട്ടിലും ഒരു സൈമിൾട്ടേനിയസ് ചേഞ്ച് വരുത്തുന്നു. അതുപോലെ ഒരു ആനുപാതിക മാറ്റം കൊണ്ടുവരുന്നു, ഒരു പെർസെൻറ്റേജ് ചേഞ്ച് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഔട്ട്പുട്ടിൽ എങ്ങനെയാണ് ചേഞ്ച് ഉണ്ടാകുന്നത്? എത്ര പെർസെൻറ്റേജ് ചേഞ്ച് വരുന്നു? ഇതാണ് ഏത് നിയമത്തിലൂടെ പറയുന്നത്? ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിലിലൂടെ പറയുന്നത്. അപ്പോൾ നോക്ക്,
ഇറ്റ് ഈസ് എ ലോങ് റൺ പ്രൊഡക്ഷൻ തിയറി. ഇൻ ദ ലോങ് റൺ ഇറ്റ് ഈസ് പോസിബിൾ ടു വേരി ഓൾ ഇൻപുട്സ്. നമുക്കറിയാം ഇറ്റ് ഈസ് ഇൻ ദ ലോങ് റൺ ഇറ്റ് ഈസ് പോസിബിൾ, ഇത് സാധ്യമാണ് എന്ത്, ടു വേരി ഓൾ ദ ഇൻപുട്സ്. ഇനി ദ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എക്സ്പ്ലെയിൻസ്, ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഹൗ എ സൈമിൾട്ടേനിയസ്, ഒരേ സമയത്തുള്ള, അതുപോലെ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ്, ഒരേ സമയത്ത് ആനുപാതിക മാറ്റം കൊണ്ടുവരുന്നു. എവിടെയാണ്? വേരിയബിൾ ഇൻപുട്ടിൽ മാത്രമാണോ? അല്ല, ആൾ ഇൻപുട്സ് എന്ന് വെച്ചാൽ ഇവിടെ എല്ലാ ഇൻപുട്സും വേരിയബിൾ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രമല്ല, എല്ലാ ഇൻപുട്സിലും നമ്മൾ ഒരേ സമയത്ത് മാറ്റവും ഒരു ആനുപാതിക മാറ്റവും കൊണ്ടുവരുമ്പോൾ അതെങ്ങനെയാണ് ടോട്ടൽ ഔട്ട്പുട്ടിനെ അഫക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ടോട്ടൽ ഔട്ട്പുട്ടിനെ അഫക്റ്റ് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നോക്ക്, when all inputs are changed in the same proportion, when all inputs are changed in the same proportion, അവിടെ സെയിം എന്നാണ്. when all inputs are അല്ലെ, എല്ലാ ഇൻപുട്സിലും നമ്മൾ എന്താണ് ഒരേ അളവിൽ മാറ്റം വരുത്തുമ്പോൾ, when all inputs are changed in the same proportion, ഒരേ അനുപാതത്തിൽ നമ്മൾ എല്ലാ ഇൻപുട്സിലും ഇപ്പോൾ ഒരു 20% എല്ലാ ഇപ്പോൾ ലേബറിൽ 20%, ക്യാപിറ്റലിൽ 20%, ബിൽഡിങ്ങിൽ 20%, ഇങ്ങനെ എല്ലാത്തിലും ഒരു 20% വർധന വരുത്തിയാൽ അല്ലെങ്കിൽ ചേഞ്ച് വരുത്തിയാൽ TP, that means total product response in 3 different ways. അപ്പോൾ ഒരേ അളവിൽ ഒരേ അനുപാതത്തിൽ നമ്മൾ ഇൻപുട്സിൽ ഒരേ അനുപാതത്തിൽ നമ്മൾ എന്ത് വരുത്തിയാൽ, ചേഞ്ച് വരുത്തിയാൽ എന്ന് വെച്ചാൽ ലേബറിൽ, ക്യാപിറ്റലിൽ, മെഷീനറിയിൽ, ലാൻഡിലെല്ലാം നമ്മളൊരു ഒരേ അളവ് എന്ന് വെച്ചാൽ 20% അല്ലെങ്കിൽ 30%, ഇപ്പോൾ 30% ചേഞ്ച് വരുത്തിയാൽ എല്ലാത്തിലും 30%, അതാണ് സെയിം പ്രപ്പോർഷനിൽ ചേഞ്ച് വരുത്തിയാൽ അതിനനുസരിച്ച് TP എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? TP റെസ്പോൺസ് ഇൻ 3 ഡിഫറെന്റ് വേസ്. ടോട്ടൽ പ്രോഡക്റ്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? 3 തരത്തിലാണ് TP റെസ്പോണ്ട് ചെയ്യുന്നത്. ടോട്ടൽ പ്രോഡക്റ്റ് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? 3 വ്യത്യസ്തമായ രീതിയിലാണ് ടോട്ടൽ പ്രോഡക്റ്റ് റെസ്പോണ്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെയും എന്തുണ്ട്? ഈ തിയറിക്ക് 3 സ്റ്റേജസ് ഉണ്ട്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ 3 സ്റ്റേജസ് പറഞ്ഞില്ലേ? അതുപോലെ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിലിലും എത്ര സ്റ്റേജസ് ഉണ്ട്? 3 സ്റ്റേജസ് ഉണ്ടെന്നർത്ഥം. ഒന്ന്, ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പൊ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഒന്നെന്താണ്? ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ IRS. 2, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ CRS. 3, ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ DRS. പേര് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട, എളുപ്പമാണ്, സിമ്പിൾ സാധനമാണിത്. അപ്പോൾ ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ, ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ, IRS, CRS, DRS. ദീസ് ആർ ദ 3 സ്റ്റേജസ് ഓഫ് ദ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ, അല്ലെങ്കിൽ 3 സ്റ്റേജസ് ഓഫ് ദ ലോങ് റൺ പ്രൊഡക്ഷൻ തിയറി. അല്ലെങ്കിൽ ഇങ്ങനെ 3 തരത്തിലാണ് ഇൻപുട്ടിൽ ചേഞ്ചസ് വരുമ്പോൾ ഔട്ട്പുട്ടിൽ ചേഞ്ചസ് വരുന്നത്. ഏത് പീരീഡിൽ? ലോങ് പീരീഡിൽ. ഓക്കെ, ഇനി ആദ്യത്തെ പറയുന്നത് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. ഓക്കെ, when the percentage change in output is more than the percentage change in all inputs, it is called increasing returns to scale. അപ്പോൾ എന്താണ് increasing returns to scale? When the percentage change in output is more than the percentage change in all inputs. അപ്പോൾ നമ്മൾ ലോങ് റണ്ണിൽ എന്ത് ചെയ്യുന്നു? എല്ലാ ഇൻപുട്സിലും ഒരു ഫിക്സഡ് പെർസെൻറ്റേജിൽ ചേഞ്ച് വരുത്തുന്നു, ഒരു സർട്ടൻ പെർസെൻറ്റേജിൽ ചേഞ്ച് എന്ന് വെച്ചാൽ വർധന വരുത്തുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന വർധനവ് ഇൻപുട്ടിലുള്ള ചേഞ്ചിനേക്കാൾ കൂടുതലാണ് ഔട്ട്പുട്ടിലുള്ള ചേഞ്ച് എങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പോൾ എന്താണ്? when the percentage change in output അല്ലെങ്കിൽ when the proportionate change in output, അങ്ങനെയും പറയാം, is more than the proportionate change in all inputs. എല്ലാ ഇൻപുട്സിലും ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ചേഞ്ചിനേക്കാൾ കൂടുതലാണ് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ചേഞ്ച് എങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്ന, IRS എന്ന് പറയുന്ന ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഓക്കെ, എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും അതിനകത്ത്. Increase of all factors of production by 50%. Increase of all factors of production by 50%. എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ നമ്മളൊരു 50% വർധന വരുത്തി. ഓക്കെ, എന്ന് പറഞ്ഞാൽ ലാൻഡിൽ, ലേബറിൽ, ബിൽഡിങ്ങിൽ, ക്യാപിറ്റലിൽ എല്ലാത്തിലും ഒരു 50% വർധന വരുത്തി. അതെന്ത് ചെയ്യുന്നു? ലീഡ്സ് ടു മോർ ദാൻ 50% ഇൻ ഔട്ട്പുട്ട്. അപ്പോൾ 50% ഇൻപുട്ട് ചേഞ്ച് ചെയ്തപ്പോൾ ഔട്ട്പുട്ട് എങ്ങനെയാണ് ചേഞ്ച് ചെയ്തത്? 50% അല്ല, മോർ ദാൻ 50%. ഔട്ട്പുട്ടിൽ മോർ ദാൻ 50% ചേഞ്ച് വന്നു. ഇറ്റ് ഈസ് കാൾഡ് ഇൻക്രീസിംഗ് റിട്ടേൺസ് സ്കെയിൽ, IRS. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? എന്നാലോചിച്ച് നോക്കിയേ, ഇവിടെ പ്രൊഡക്ടിവിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. പ്രൊഡക്ടിവിറ്റി വിൽ ബി വെരി ഹൈ. അപ്പോൾ ഇൻ ദിസ് സ്റ്റേജ് അല്ലെങ്കിൽ ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ, പ്രൊഡക്ടിവിറ്റി വിൽ ബി ഹൈ. പ്രൊഡക്ടിവിറ്റി എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. ഇനി നോക്ക്, കോസസ് ഓഫ് ഇൻക്രീസിംഗ് റിട്ടേൺ. ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ് അല്ലേ ഇത്? അപ്പോൾ അത് സ്റ്റേജാണിത്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. കോസസ് ഓഫ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. നോക്ക്,
ഒന്ന് ഇൻഡിവിസിബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ്, ഫാക്ടേഴ്സിന്റെ ഇൻഡിവിസിബിലിറ്റി എന്ന് വെച്ചാൽ വിഭജിക്കാൻ കഴിയാത്ത അവസ്ഥ, അവിഭാജ്യത എന്ന് പറയും. ഇൻഡിവിസിബിലിറ്റി, നമ്മൾ മണി ആൻഡ് ബാങ്കിങ്ങിൽ ഇൻഡിവിസിബിലിറ്റി, കമ്മോഡിറ്റീസിന്റെ ഇൻഡിവിസിബിലിറ്റി പറഞ്ഞില്ലേ, അതുപോലെ ഇൻഡിവിസിബിലിറ്റി നമുക്ക് വിഭജിക്കാൻ പറ്റത്തില്ല. ഫാക്ടേഴ്സ്, ചില ഫാക്ടേഴ്സ് ഇൻഡിവിസിബിൾ ആണ്. കാരണം ഇവിടെ എന്താണ് ഈ ഇൻക്രീസിങ് റിട്ടേൺസ് ഉണ്ടാകാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് ചില ഫാക്ടേഴ്സ് ഇൻഡിവിസിബിൾ ആണ്. ഇപ്പോൾ ബിൽഡിങ്, ഇപ്പം നമുക്കിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങുന്നു. അപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ചിലപ്പോൾ എന്താണ് ഒരു 500 യൂണിറ്റേ ഉൽപ്പാദിപ്പിക്കത്തുള്ളൂ. ഏതോ ഒരു സാധനം ആയിക്കോട്ടെ, 500 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ആ 500 യൂണിറ്റ് ആണ് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഉൽപ്പാദിപ്പിക്കാൻ നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് കരുതി നിങ്ങളുടെ ബിൽഡിങ്ങും നിങ്ങൾ അവിടെ കൊണ്ടുവരുന്ന മെഷീനറിയും ഈ 500 യൂണിറ്റ് മാത്രം ഉൽപ്പാദിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ളതായിരിക്കും? അല്ല. നിങ്ങൾ ഫ്യൂച്ചർ കൂടി മുന്നിൽ കണ്ടിട്ടായിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്, ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ലാൻഡ് അക്വയർ ചെയ്യുന്നത്, മെഷീനറി ഇംപ്ലാന്റ് ചെയ്യുന്നതൊക്കെ അങ്ങനെ ആയിരിക്കും അല്ലേ. കാരണം ഇപ്പം നിലവിൽ നിങ്ങൾ പ്രൊഡക്ഷൻ തുടങ്ങുന്ന 500 യൂണിറ്റേ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ദിവസം. പക്ഷേ ഫ്യൂച്ചറിൽ 500 എന്ന് പറയുന്നത് 750 ആകാം, 1000 ആകാം, 2000 ആകാം, 3000 ആകാം, 5000 ആകാം, 10000 ആകാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അതേ ഉള്ളൂ 500 ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് കരുതി 500 യൂണിറ്റിന് ഉൽപ്പാദിപ്പിക്കാൻ പര്യാപ്തമായ ബിൽഡിങ്ങോ മെഷീനറിയോ അല്ല നിങ്ങൾ ആദ്യമേ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരുന്നത്. നിങ്ങൾ ഫ്യൂച്ചർ കൂടി കണ്ടെത്ത് ഒരു 10000 യൂണിറ്റെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ബിൽഡിങ്ങും മെഷീനറിയുമായിരിക്കും കൊണ്ടുവരിക, സ്ഥാപിക്കുന്നത്. അപ്പോൾ എന്താണ്, തുടക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ഉൽപ്പാദിപ്പിക്കുന്നു. ഫ്യൂച്ചറിൽ കുറേ കഴിയുമ്പോൾ 500 എന്ന് പറയുന്ന 1000, 2000 അങ്ങനെ ഉൽപ്പാദനം കൂട്ടുന്നു. അപ്പോൾ ഉൽപ്പാദനം കൂട്ടുമ്പോൾ ഗുണം എന്താണ്, ഇവിടെ നിങ്ങൾക്ക് ബിൽഡിംഗ് വീണ്ടും എക്സ്പാൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. മെഷീനറി എക്സ്പാൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം പ്രൊഡക്ഷൻ കൂട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ആൾറെഡി എന്തുണ്ട്, എക്സ്പാൻഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് അങ്ങ് ഉൽപ്പാദനം നടത്തിയാൽ മതി. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എക്സ്ട്രാ ആകുന്നില്ല. അപ്പോൾ അവിടെ എന്താണ്, കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുന്നു, ഇൻപുട്ടിനേക്കാൾ കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുന്നു. ഇതാണ് ഇൻക്രീസിങ്. അപ്പോൾ ഇവിടെ ഇൻഡിവിസിബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ മെഷീനറി ഒക്കെ എന്താണ്, നമുക്കിപ്പോൾ ഓരോ 500 യൂണിറ്റ്, ഇപ്പോൾ 500 യൂണിറ്റേ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ 500 യൂണിറ്റിന് വേണ്ടി മാത്രം നിങ്ങൾക്കൊരു മെഷീൻ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇപ്പം ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ഞാൻ 500 യൂണിറ്റാണ് ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത്, ഒരു 500 യൂണിറ്റിൻ്റെ മെഷീൻ താ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 1000 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ 1000 യൂണിറ്റിൻ്റെ മെഷീൻ താ, ഇങ്ങനെ ഓരോന്നിനായിട്ട് മെഷീനറി കൊണ്ടുവരാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താണ്, 500 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും എക്സസ് കപ്പാസിറ്റി ഉള്ള മെഷീനായിരിക്കും നിങ്ങൾ സ്ഥാപിക്കുക. കാരണം എന്താണ്, അത് ഇൻഡിവിസിബിൾ ആണ്, നമുക്ക് എന്താൻ പറ്റില്ല, വിഭജിച്ചെടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന യൂണിറ്റിനനുസരിച്ച് മെഷീൻ മുറിച്ചെടുക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ആ കപ്പാസിറ്റി അനുസരിച്ച് ചെറിയ മെഷീനായിട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നർത്ഥം. മുറിക്കാന്ന് വെച്ചാൽ കട്ട് ചെയ്യാന്നുള്ള അർത്ഥത്തിലല്ല. നിങ്ങൾക്ക് 500 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നുള്ളെങ്കിൽ 500 യൂണിറ്റിന്റെ മെഷീൻ മാത്രമായിട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. ചിലപ്പോൾ എന്താണ്, 10000 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന മെഷീനായിരിക്കും അവിടെ ഉള്ള, അല്ലെങ്കിൽ നിർമ്മിച്ച കമ്പനി ഉൽപ്പാദിപ്പിച്ചത്, അതേ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റൂ. ആ 10000 യൂണിറ്റിനകത്ത് ആ കപ്പാസിറ്റി ഉള്ള മെഷീനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാം, 500 എങ്കിൽ 500, 1000 എങ്കിൽ 1000. അപ്പോൾ കാര്യം എന്താണ്, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒക്കെ എന്താണ്, ഇങ്ങനെ മെഷീനറി, ബിൽഡിങ്, ഇതൊക്കെ എന്താണ്, ഇൻഡിവിസിബിൾ ആണ്. നമുക്ക് വിഭജിച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചെറുതാക്കി എടുക്കാൻ പറ്റത്തില്ല. ആദ്യമേ തന്നെ ഒരു എക്സസ് കപ്പാസിറ്റി അതിന് കാണും. ഇതാണ് ഇൻഡിവിസിബിലിറ്റി ഓഫ് ഫാക്ടർ. ഈ ഇൻഡിവിസിബിലിറ്റി ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് പ്രൊഡക്ഷൻ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്താണ്, അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അവിടെ ആകുന്നില്ല, ആദ്യമായ കോസ്റ്റേ ആകുന്നുള്ളൂ. പിന്നീട് നിങ്ങൾക്ക് കൂട്ടേണ്ടി വരുമ്പോൾ പിന്നെ കുറേ കാര്യം 5 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, മെഷീൻ കൊണ്ടുവരേണ്ടതെങ്കിൽ ചിലവ് കൂടും. അപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ എക്സസ് കപ്പാസിറ്റി ഉള്ള മെഷീൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഇല്ല. അതാണ് ഇൻഡിവിസിബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. മറ്റൊരു കാരണം ഹയർ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ. കാരണം ലോങ് റൺ പ്രൊഡക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ ലേബേഴ്സിനെയൊക്കെ എന്താണ് ഡിവൈഡ് ചെയ്യുന്നു. ഡിവിഷൻ ഓഫ് ലേബർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്മിത്തിന്റെ കോൺസെപ്റ്റാണ് ഡിവിഷൻ ഓഫ് ലേബർ. അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് ലേബേഴ്സിനെ നമുക്ക് ഡിവൈഡ് ചെയ്യുന്നു. അത് എന്തിനേ പറ്റൂ, ഷോർട്ട് റണ്ണിൽ പറ്റൂല, ലോങ് റണ്ണിലേ പറ്റൂ. ലോങ് റൺ നമുക്ക് സാവകാശമുണ്ട്, അവരുടെ ലേബേഴ്സിന്റെ കഴിവ് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ കഴിവ് തിരിച്ചറിഞ്ഞ് അവർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഓരോരുത്തർക്കും സ്പെഷ്യലൈസ്ഡ് വർക്കേഴ്സ് ആക്കി അവരെ മാറ്റാൻ പറ്റും. എന്ന് വെച്ചാൽ അവർക്ക് എന്ത് ചെയ്യുന്ന ഓരോ വർക്ക് തിരിച്ച് അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അവരെന്താണ്, അതിൽ സ്പെഷ്യലൈസ് ആകുന്നു. അങ്ങനെ ഹയർ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ എന്താണ്, കൂടുതൽ റിട്ടേൺ നിങ്ങൾക്ക് ലഭിക്കുന്നു, ആ കമ്പനിക്ക് കൂടുതൽ റിട്ടേൺ ലഭിക്കും. ഷോർട്ട് പീരീഡ് ആകുമ്പോൾ എന്താണ്, ഇങ്ങനെ വർക്കേഴ്സിന്റെ സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ അവരുടെ കഴിവ് തിരിച്ചറിഞ്ഞ്, ടാലന്റ് തിരിച്ചറിഞ്ഞ് അവർക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, വിഭജിച്ച് അവർക്ക് ഓരോ ജോലി കൊടുക്കാൻ പറ്റത്തില്ല ഷോർട്ട് റണ്ണിൽ. ലോങ് റൺ ആകുമ്പോൾ ഉള്ള ഗുണം എന്താണ്, ഇവർക്ക് സാവകാശമുണ്ട്, ഓരോ വർക്കേഴ്സിൻ്റെയും കഴിവ് തിരിച്ചറിഞ്ഞിട്ട് അവർക്ക് വർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അവരിൽ നിന്ന് കൂടുതൽ റിട്ടേൺ കിട്ടും. അപ്പോൾ കൂടുതൽ റിട്ടേൺ, ഇൻപുട്ടിനേക്കാൾ കൂടുതൽ റിട്ടേൺ കിട്ടില്ലേ. അതാണ് ഹയർ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ. ഹയർ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ സാധ്യമാകുന്ന എങ്ങനെയാണ്, ഡിവിഷൻ ഓഫ് ലേബറിലൂടെയാണ്. അത് സാധ്യമാകുന്ന ഏത് പീരീഡിലേ പറ്റൂ, ലോങ് പീരീഡിലേ പറ്റുകയുള്ളൂ. മനസ്സിലായല്ലോ. ഇതാണ് ഏതിൻ്റെ റീസൺസ് എന്ന് പറയുന്നത്. ഇൻക്രീസിംഗ് റിട്ടേൺസ് സ്കെയിലിൻ്റെ പ്രധാനപ്പെട്ട ഇൻക്രീസിംഗ് റിട്ടേൺസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ, ഒന്ന് ഇൻഡിവിസിബിലിറ്റി ഓഫ് ഫാക്ടേഴ്സും മറ്റൊന്ന് ഹയർ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷനും. അത് ഓർത്തു വച്ചിരിക്കണം, ചോദിക്കാൻ കൊള്ളാവുന്ന പോയിന്റ്സ് ആണ്. മനസ്സിലായല്ലോ. ഇനി
കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ CRS. അടുത്ത എന്താണ്ട് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ CRS, രണ്ടാമത്തെ സ്റ്റേജ്. നോക്ക്, CRS ഇംപ്ലൈസ് നോ ചേഞ്ച് ഇൻ പ്രൊഡക്ടിവിറ്റി. CRS എന്ന് വെച്ചാൽ എന്താണ്? നോ ചേഞ്ച് ഇൻ പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റിയിൽ എന്തില്ല? നോ ചേഞ്ച്, ഒരു മാറ്റവും ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഏറ്റവും പ്രൊഡക്ടിവിറ്റി കൂടുന്നത് എന്താണ്? കൂടുന്ന സ്റ്റേജ് ഏതാണ്? ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിലാണ്. ഇവിടെ പ്രൊഡക്ടിവിറ്റിയിൽ മാറ്റമില്ല. ദാറ്റ് ഈസ് the proportionate increase in inputs becomes equal to proportionate increase in output. ഇവിടെ എന്താണ്? നേരത്തെ പറഞ്ഞു ഇൻപുട്ടിനേക്കാൾ കൂടുതൽ ഔട്ട്പുട്ടിൽ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഉണ്ടാകണമെങ്കിൽ അത് ഇൻക്രീസിംഗ് റിട്ടേൺ സ്കെയിൽ. ഇവിടെ എന്താണ്? ഇൻപുട്ടിൽ ഉണ്ടാകുന്ന അതേ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് തന്നെ എവിടെ ഉണ്ടാകുന്നു? ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്നു. മനസ്സിലായില്ലേ? ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇൻപുട്ടിൽ നമ്മളൊരു 50% ചേഞ്ച് കൊണ്ട് അല്ലെങ്കിൽ വർധന വരുത്തിയാൽ ഔട്ട്പുട്ടിൽ എന്ത് തന്നെ വരും? 50% ചേഞ്ച് തന്നെ വരും. ഇറ്റ് ഈസ് കോൺസ്റ്റന്റ് റിട്ടേൺ. ടേമിൽ തന്നെയുണ്ട് കോൺസ്റ്റന്റ് റിട്ടേൺസ്. ഇൻപുട്ടിൽ ഉണ്ടാകുന്ന അതേ പെർസെൻറ്റേജ് ചേഞ്ച് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഔട്ട്പുട്ട്. അതാണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ് ഈസ് ദ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ഇൻപുട്ട് ബിക്കംസ് ഈക്വൽ ടു പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസും ഇൻപുട്ടിൽ ഉണ്ടാകുന്ന പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസും എന്തായിരിക്കും? ഇവിടെ ഈക്വൽ ആയിരിക്കും. ഇറ്റ് ഈസ് എ സെക്കൻഡ് ഫേസ് ഓഫ് ദ ഓപ്പറേഷൻ ഓഫ് ദ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിലിന്റെ രണ്ടാമത്തെ ഘട്ടമാണിതെന്ന് പറയുന്നത്. ഇൻ ദിസ് ഫേസ്, when inputs increased by 50%, output also increased by 50%. ഇൻപുട്ട് നമ്മൾ 50% വർദ്ധിപ്പിച്ചാൽ ഔട്ട്പുട്ട് എന്ത് തന്നെ വർദ്ധിക്കും? 50% തന്നെ വർദ്ധിക്കും. ഇതാണ് കോൺസ്റ്റന്റ് റിട്ടേൺ സ്കെയിൽ. ഇവിടെ പ്രൊഡക്ടിവിറ്റിയിൽ മാറ്റമൊന്നും ഇല്ല. അടുത്ത ഡിമിനിഷിംഗ് റിട്ടേൺ സ്കെയിൽ എന്തായിരിക്കും? ഇപ്പൊ തന്നെ കിട്ടിക്കാണുമല്ലോ ഡിമിനിഷിംഗ് റിട്ടേൺസ്. ഓട്ടോമാറ്റിക്കലി ആദ്യത്തെ രണ്ട് മനസ്സിലായവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. എന്താണ് ഡിമിനിഷിംഗ്? DRS ഡിനോട്ട്സ് ഡിക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി. DRS എന്ന് വെച്ചാൽ എന്താണ്? ഡിക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി. ഉൽപാദനക്ഷമതയിൽ ഉണ്ടാകുന്ന കുറവാണ്. അവിടെ ഉൽപാദനക്ഷമത കുറയുകയാണ് DRS. എന്താ? ഇറ്റ് മീൻസ് ദാറ്റ് പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ആൾ ഇൻപുട്സ് റിസൾട്ട്സ് ഇൻ ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. അതായത് എല്ലാ ഇൻപുട്സിലും ഉണ്ടാകുന്ന ആനുപാതിക വർധനവിനേക്കാൾ കുറവായിരിക്കും എവിടെ ഉണ്ടാകുന്ന ആനുപാതിക വർധനവ്? ഔട്ട്പുട്ടിൽ. എന്ന് വെച്ചാൽ ഇൻപുട്ടിലുള്ള ചേഞ്ച് കൂടുതലും ഔട്ട്പുട്ടിലുള്ള ചേഞ്ച് കുറവും. ഫോർ എക്സാമ്പിൾ 50% നമ്മൾ ആൾ ഇൻപുട്സ് നമ്മൾ ചേഞ്ച് വരുത്തിയാൽ, വർധനവ് വരുത്തിയാൽ ഔട്ട്പുട്ടിൽ എത്ര വരില്ല? 50% ചേഞ്ച് വരില്ല. എന്ന് വെച്ചാൽ പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും. ഇൻപുട്ടിൻ്റെ അത്ര ചേഞ്ച് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതാണ് ഇറ്റ് മീൻസ് ദാറ്റ് പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ആൾ ഇൻപുട്സ് റിസൾട്ട്സ് ഇൻ ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. ഇൻപുട്ടിൽ ഉണ്ടാകുന്ന പ്രൊപ്പോർഷനേറ്റ് ചേഞ്ചിനേക്കാൾ കുറവായിരിക്കും എവിടെ ഉണ്ടാകുന്ന ചേഞ്ച്? ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ച്. This is a third stage in the law of returns to scale. ഇത് law of returns to scaleന്റെ third stage ആണ്, മൂന്നാമത്തെ സ്റ്റേജ് ആണ്. Here, when all inputs are increased by 100%, ഇവിടെ നമ്മൾ എല്ലാ ഇൻപുട്സിലും ഒരു 100% വർധന വരുത്തിയാൽ ഔട്ട്പുട്ട് ഈസ് ഇൻക്രീസ്ഡ് ബൈ ലെസ് ദാൻ 100%. നമ്മൾ 100% എല്ലാ ഇൻപുട്സിലും ചേഞ്ച് വരുത്തുന്നു, വർധന വരുത്തുന്നു. പക്ഷേ ഔട്ട്പുട്ടിൽ എത്ര വരൂ? ലെസ് ദാൻ 100%. അല്ലെങ്കിൽ 50% എല്ലാ ഇൻപുട്സിലും വർധന വരുത്തിയാലും അതിനേക്കാൾ കുറവായിരിക്കും ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ച്. ഇറ്റ് ഈസ് കാൾഡ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. ഓക്കെ, ഇനി നമ്മൾ ഇതിനുമായി ബന്ധപ്പെട്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ AP ആൻഡ് MP, ഇത് ലോ വേരിയബിൾ പ്രൊപ്പോർഷന്റെ ഭാഗമായിട്ടുള്ളതാണ്. ലോ വേരിയബിൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ തിയറി വെച്ചിട്ടാണ് ഇത് പറയുന്നത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ AP ആൻഡ് MP ആരൊക്കെ തമ്മിലുള്ള ബന്ധം? ആവറേജ് പ്രോഡക്റ്റും മാർജിനൽ പ്രോഡക്റ്റും തമ്മിലുള്ള ബന്ധമാണ്. ഇത് ഓർക്കുക. ഇത് ഏത് ഗ്രാഫ് വെച്ച് നിങ്ങൾ നോക്കുക? ലോ വേരിയബിൾ പ്രൊപ്പോർഷന്റെ ഗ്രാഫ് വെച്ചാണ് നോക്കേണ്ടത്. ലോ വേരിയബിൾ പ്രൊപ്പോർഷൻ അതിന്റെ ഗ്രാഫല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നോക്കുക ആരൊക്കെ തമ്മിലുള്ള ബന്ധമാണ്? APയും ആവറേജ് പ്രോഡക്റ്റും മാർജിനൽ പ്രോഡക്റ്റും തമ്മിലുള്ള ബന്ധം. ഒരു റിലേഷൻ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. നോക്ക്, വെൻ AP ഈസ് റൈസിങ്, ഗ്രാഫ് നോക്കിയേ. വെൻ AP, APയും MPയും ഇവിടെ ഉണ്ട്, APയും MPയും ഇവിടെ ഉണ്ട്. AP കർവും MP കർവും അതിനെന്താണ്? ഇൻവേർട്ടഡ് യു ഷേപ്പ് ആണ് അല്ലേ? രണ്ടിനും എന്ത് ഷേപ്പാണ്? ഇൻവേർട്ടഡ് യു ഷേപ്പ് ആണുള്ളത്. ഇൻവേർട്ടഡ് യു ഷേപ്പ്, തലകീഴായ തലതിരിഞ്ഞ യു ആകൃതി. തലകീഴായ യു ആകൃതി അല്ലേ ഇത്? ഇൻവേർട്ടഡ് യു ഷേപ്പ് ആണ് രണ്ടിനും. അപ്പോൾ ഷേപ്പും കൂടെ നോർത്ത് വെച്ചേക്കണേ. ഇൻവേർട്ടഡ് യു ഷേപ്പ്. TPക്കും അത് തന്നെയാണ്, ഇൻവേർട്ടഡ് യു ഷേപ്പ് തന്നെയാണ്. ഈ മൂന്ന് കർവിനും ഇൻവേർട്ടഡ് യു ഷേപ്പ്. അപ്പോൾ AP നോക്ക്, വെൻ AP ഈസ് ഇൻക്രീസിങ് അല്ലെങ്കിൽ വെൻ AP ഈസ് റൈസിങ്, 0യിൽ നിന്ന് AP എന്ത് ചെയ്യുന്നു? റൈസ് ചെയ്യുന്നുണ്ടോ? 0യിൽ നിന്ന് AP റൈസ് ചെയ്യുന്നു. ഗ്രാഫിലേക്ക് ശ്രദ്ധിച്ചേ. AP ഇങ്ങനെ റൈസ് ചെയ്യുകയാണ്. AP ഇങ്ങനെ റൈസ് ചെയ്യുന്നു. വെൻ AP ഈസ് റൈസിങ്. MP എവിടെയാണ്? MP ഈസ് ഗ്രേറ്റർ ദാൻ AP. കണ്ടോ MP എവിടെ കിടക്കുന്നത്? MP ലൈസ് എബവ് ദി MP കർവ്, ലൈസ് എബവ് ദി AP കർവ്. കണ്ടോ AP ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ MP കർവ് ഇതല്ലേ? MP കർവ് ഏതിന് മുകളിലാണ്? AP കർവിന് മുകളിലാണ്. അതിന്റെ അർത്ഥം എന്താണ്?
വെൻ എ പി ഈസ് റൈസിങ്, എ പി വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എം പി ഏതിനേക്കാൾ കൂടുതലായിരിക്കും? മാർജിനൽ പ്രോഡക്റ്റ് ആവറേജ് പ്രോഡക്റ്റിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ എ പി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരുന്നാൽ മാർജിനൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ എ പി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാർജിനൽ പ്രോഡക്റ്റ് ആവറേജ് പ്രോഡക്റ്റിനേക്കാൾ കൂടുതലായിരിക്കും. അതാണ് ഒന്നാമത്തെ റിലേഷൻ. അപ്പോൾ എന്താണ് റിലേഷൻ? വെൻ എ പി, ഈ ഗ്രാഫ് അറിയാമെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇതാണ് എ പി എം പി കർവ്. ടി പിയിലേക്ക് നിങ്ങൾ നോക്കണ്ട, എ പി എം പി മാത്രം നോക്കിയാൽ മതി. കണ്ടോ, എ പി കർവ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വരെ ഈ എന്ന പോയിന്റ് വരെയാണ് എ പി കർവ് ഇങ്ങനെ വർദ്ധിക്കുന്നത്. അപ്പോൾ എം പി കർവ് മുകളിലല്ലേ, എ പിയുടെ മുകളിലല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? എ പി വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എം പി എ പിയേക്കാൾ കൂടുതലായിരിക്കും. ക്ലിയർ ആണല്ലോ? ഇതാണ് ഫസ്റ്റ് റിലേഷൻ. 2, വെൻ എ പി ഈസ് ഫാളിങ്. കണ്ടോ, ഈ ഇന്റർസെക്ഷൻ പോയിന്റ് കഴിഞ്ഞിട്ട് എ പി കണ്ടോ ഫാൾ ചെയ്യുന്നു. കണ്ടോ, എ പി ഇങ്ങനെ ഫാൾ ചെയ്ത് വരുന്നു, കുറയുന്നു. അപ്പൊ നോക്ക്, എം പി കർവ് ഏതിന് താഴെ കിടക്കുന്നത്? എ പിക്ക് താഴെയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? വെൻ എ പി ഈസ് ഫാളിങ് എം പി ഈസ് ലെസ് ദാൻ എ പി. എം പി ഏതിനേക്കാൾ താഴെ വരും? എ പിയേക്കാൾ താഴെ വരും. അപ്പൊ ഗ്രാഫ് ഒന്ന് മനസ്സിൽ പതിപ്പിച്ചാൽ മതി, നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ എ പി വർദ്ധിക്കുമ്പോൾ എം പി എ പിയേക്കാൾ കൂടുതലാണ്, എ പി കുറയുമ്പോൾ എം പി എ പിയേക്കാൾ താഴെയാണ്, അല്ലെങ്കിൽ എ പിയേക്കാൾ കുറവാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അറ്റ് ദ മാക്സിമം പോയിന്റ് ഓഫ് എ പി, നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. അറ്റ് ദ മാക്സിമം പോയിന്റ് ഓഫ് എ പി, എ പിയുടെ മാക്സിമം ഇതല്ലേ? എ പി ഇതാ ഇങ്ങനെ കൂടി 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 ഇതാ ഇവിടെ വന്ന് മാക്സിമം, അതാണ് ഇയിൽ വന്ന് മാക്സിമം. അറ്റ് ദ മാക്സിമം പോയിന്റ് ഓഫ് എ പി എം പി ഈസ് ഈക്വൽ ടു എ പി. കണ്ട, കാരണം എന്താണ്? അവിടെ എ പി എം പിയും തമ്മിൽ കൂട്ടിമുട്ടുകയാണ്. രണ്ട് കർവുകൾ കൂട്ടിമുട്ടിയാൽ അതിന്റെ വാല്യൂസ് അവിടെ ഈക്വൽ ആയിരിക്കും. ഓക്കെ, അവിടെ എന്തായിരിക്കും? എം പി ഈസ് ഈക്വൽ ടു എ പി. എ പി എം പി അവിടെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് കർവും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ എം പി എ പി അവിടെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എം പി ഈസ് ഈക്വൽ ടു എ പി. ഓക്കെ, ആൻഡ് അറ്റ് ദ മാക്സിമം പോയിന്റ് ഓഫ് എ പി എം പി ഈസ് ഈക്വൽ ടു എം പി ഈസ് ഈക്വൽ ടു എ പി എന്ന് പറയാൻ കാരണം രണ്ട് തമ്മിൽ കൂട്ടിമുട്ടുന്നു. എവിടെയാണ്? എ പിയുടെ മാക്സിമത്തിൽ. അവിടെ എം പി എ പിയും തുല്യമായിരിക്കും. ഓക്കെ, ഇത്രയുമാണ് പ്രൊഡക്ഷൻ തിയറീസ് എന്ന് പറയുന്നത്. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ തിയറിയും ലോങ് റൺ പ്രൊഡക്ഷൻ തിയറി. ഈ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് കോബ് ഡഗ്ലസ് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, വേരിയബിൾ ഇലാസ്റ്റിസിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ പ്രൊഡക്ഷൻ്റെ ഭാഗം തീരും. പിന്നെ നമുക്ക് കോസ്റ്റ് ആണുള്ളത്. നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ പോർഷൻ തീർത്ത് നമുക്ക് റിവിഷനിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമുക്ക് പ്രൊഡക്ഷനുമായിട്ട് പിന്നെ ബാക്കി കോബ് ഡഗ്ലസുമായിട്ട് കാണാം. ഓക്കെ.